ഞാൻ തുടങ്ങി വയ്ക്കുന്നു. നമസ്കാരം. ഞാൻ ബൈജു ആനന്ദ്, യോഗ സയൻസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സൗഖ്യാർത്ഥം ധ്യാനം ജ്ഞാനാർത്ഥം ധ്യാനം ആരോഗ്യാർത്ഥം ധ്യാനം. ഇന്ന് 2023 സെപ്റ്റംബർ 3 ഞായറാഴ്ച രാവിലെ കൃത്യം 7 മണിക്ക് നമുക്ക് ക്ലാസ് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കൃത്യസമയത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇനി സമയം കളയാതെ നമുക്ക് തുടങ്ങാം. ബുക്ക് എടുത്തോളൂ. ബുക്ക് എടുത്താലേ മനസ്സിലാവുള്ളൂ എന്ന് ഞാൻ പ്രത്യേകം പറയാണ്. ബുക്ക് എടുക്കുക, ഫ്രണ്ടിൽ വെച്ചോളൂ. കറക്റ്റ് ആയിട്ട് ഞാനും ഫ്രണ്ടിലൂടെ വെക്കട്ടെ. അവിടെ വെച്ചാലേ കറക്റ്റ് എനിക്ക് വായന കറക്റ്റ് ആവുള്ളൂ. കൈ പിടിച്ചിട്ട് ഇങ്ങനെ തലകുമ്പിട്ടിട്ട് വായിച്ചുകൊണ്ടിരുന്ന കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ മെസ്സേജുകളൊക്കെ നിങ്ങൾ അതിനിടയ്ക്ക് അയച്ചുകൊണ്ടിരുന്നോളൂ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കരുത്. കാരണം വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അവിടെ ഇരുന്ന് ടീഷർട്ട് കൊള്ളാം, കറി ഇന്നുണ്ടാക്കിയ കറി അല്ലെങ്കിൽ എന്താണ് ഭക്ഷണം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഇവിടെ ശ്രദ്ധ പോവും. അതുകൊണ്ട് പ്രത്യേകം ഇവിടെ ശ്രദ്ധിച്ചിരുന്നത് വളരെ ബൃഹത്തായ വലിയ ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു വേദം. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു വെച്ചിട്ട് ആർഷ സംസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ ആർഷ സംസ്കാരം, അതായത് വൈദിക സംസ്കാരം. അതായത് ഒരു വൈദികന്മാരുടെ ഒരു സംസ്കാരം എന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്ന ഒരു വൈദിക കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മയില് നിങ്ങൾ ഈ വൈദിക സംസ്കാരം എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും ഒരു ബ്രാഹ്മണ സംസ്കാരത്തിന്റെ മുകളിലേക്കൊന്നും പോകരുത്. അതൊക്കെ പിന്നീട് വന്നിട്ടുള്ള കാര്യങ്ങൾ. അതിനപ്പുറത്തെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. അതിനാണ് ആർഷ ഭാരത സംസ്കാരം അല്ലെങ്കിൽ ആർഷ സംസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു വേദം. ബുക്ക് എടുത്തു എന്ന് വിചാരിക്കുന്നു. അതിന്റെ സൈഡിലൊക്കെ എഴുതാൻ തയ്യാറായിട്ടിരുന്നുള്ളൂ. ഇനി അത് പോരെങ്കിൽ അഡീഷണൽ പേജ് വെച്ചിട്ട് എഴുതിക്കോളാം. ഓക്കെ, ഇന്ന് വേദത്തെ കുറിച്ച്. അപ്പൊ വേദം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അതാണ് ഇന്ന് ഞാൻ വായിച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് കേട്ടോ. കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നോളാം. ഭാരതീയ വിജ്ഞാന സമ്പത്ത് വേദങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നു. ഭാരതീയ വിജ്ഞാന സമ്പത്ത്, അതായത് ഭാരതത്തിന്റെ അറിവ്, അതൊരു സമ്പത്താണ്. ശരിക്കും നമ്മൾ പറയും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ പഠനം എന്ന് പറയുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന അറിവ് എന്ന് പറയുന്നതും അതിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം എന്ന് പറയുന്നത് അതിനൊരു സമ്പത്താക്കി നമ്മൾ എപ്പോൾ കണക്കാക്കുന്നു അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് വിദ്യാഭ്യാസം തന്നെയാണ്. അത് വീട്ടിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസമാണെങ്കിലും വിദ്യാലയത്തിൽ പോയി കിട്ടുന്ന വിദ്യാഭ്യാസമാണെങ്കിലും ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് വേണ്ടത് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിന്റെ രീതി വ്യത്യാസം വന്നാൽ നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നവരെല്ലാം നല്ല പോസിറ്റീവ് എനർജിയോട് കൂടിയുള്ള ആളുകളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതെങ്കിൽ ഈ ലോകത്തിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ടും ആത്മീയമായിട്ട് രണ്ട് രീതിയിലും പഠിപ്പിക്കണം. വെറുതെ ശാസ്ത്രം മാത്രം പഠിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം ശാസ്ത്രത്തിന് ഒരു അവസാനമുണ്ട്. അവിടെ ചിലപ്പോൾ നമുക്ക് കൈത്താങ്ങായിട്ട് നിൽക്കുന്നത് ഈ പറഞ്ഞ സ്പിരിച്വൽ സയൻസ് ആയിരിക്കും, ആത്മീയ സയൻസ് ആയിരിക്കും. അപ്പൊ രണ്ടും കൂടി മിക്സ് ചെയ്ത്, എന്ന് വെച്ച് വെറുതെ ആത്മീയത അങ്ങ് വാരി വിളമ്പരുത്. ആവശ്യത്തിന് മാത്രം അവിടെ ആത്മീയതയും നല്ല സയൻസിന്റെ പക്ക രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഹയർ ലെവലിലെത്തും. ഏത് മാനസികമായിട്ട് നമ്മൾ നമ്മളൊക്കെ പഠിക്കുന്നത് ജോലികൾക്ക് വേണ്ടിയിട്ട്, ജോലിക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്. നമ്മൾ നല്ലൊരു മനുഷ്യനായിട്ട് മാറണം എന്നറിയില്ല. നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവർ മാറും, നമ്മുടെ കുടുംബം മാറും, നമ്മുടെ സുഹൃത്തുക്കൾ മാറും, ബന്ധുക്കൾ മാറും, നാട് നന്നാവും, നമ്മുടെ എന്താ പറയുക സംസ്ഥാനം നന്നാവും, ലോകം നന്നാവും എന്ന് പറഞ്ഞ കാര്യം. അതിലാണ് ഈ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മൾ അറിവ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്കൊരു ജോലി കിട്ടാനുമല്ല. ജോലി കിട്ടിയിട്ട് എല്ലാവിധ പോക്രിത്തരങ്ങളും, അതായത് ഇവിടെ എന്തൊക്കെ അഴിമതി നടത്താവുന്നോ അതെല്ലാം നടത്തിയാൽ, അതായത് അവനെ പഠിപ്പിച്ച അധ്യാപകരുടെ കുഴപ്പമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒരു പഠിച്ച് വിദ്യാർത്ഥി പക്ക കള്ളനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കുഴപ്പം ഞാൻ എപ്പോഴും പറയാം അവരുടെ അധ്യാപകൻ, അവരുടെ മാതാപിതാക്കൾ എന്ന് തന്നെ ഞാൻ നിർബന്ധപൂർവ്വം പറയും എന്നുള്ളൂ. ചിലരൊക്കെ പറയും ഇവര് വഴി തെറ്റിപ്പോയ ഉടനെ പറയും അവർ വേറെ കുടുംബത്തിൽ ജീവിക്കുന്നതാണ്, എനിക്ക് അവരായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയും. അത് ഒരു പൊട്ട അപ്പന്റെയും അമ്മയുടെയും സ്വഭാവമാണെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. നമ്മൾ വഴി തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അതിന്റെ 50% ഉത്തരവാദിത്വം അപ്പനും അമ്മയ്ക്കും ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് മരിക്കുന്നവരെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ എപ്പോഴെങ്കിലും എഴുതി തള്ളുന്നവർ യഥാർത്ഥ അപ്പനും അല്ല, യഥാർത്ഥ അമ്മയും അല്ല. ഓക്കെ, യെസ്. ഭാരതീയ വിജ്ഞാന സമ്പത്ത്, ഭാരതത്തിന്റെ അറിവ് സമ്പത്ത് വേദങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നു. അപ്പൊ നമുക്ക് ഈ അറിവ് എവിടെ നിന്ന് കിട്ടുന്നു, അല്ലെങ്കിൽ അതിന്റെ തുടക്കം എവിടെന്ന് വെച്ചാല്, ഭാരതത്തിന്റെ തുടക്കം എവിടെന്ന് വെച്ചാൽ, അറിവിന്റെ തുടക്കം എന്ന് വെച്ചാൽ വേദം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു ആശയത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ അറിവ് എവിടെ നിന്ന് തുടങ്ങുന്നു പറഞ്ഞാൽ വേദത്തിൽ നിന്ന് തുടങ്ങുന്നു എന്നർത്ഥം.
ഒരു ജനതയുടെ, അതായത് ഒരു ജനതയുടെ വിദൂര ഭൂതകാലത്തിലെ ചിന്തകളും ഹൃദയവർജകമായ കാവ്യ ഭാവനയും അന്വേഷണ ബുദ്ധിയും സമാധി ഭാഷയും പ്രപഞ്ച വീക്ഷണവുമെല്ലാം നമുക്ക് വേദങ്ങളിൽ ദർശിക്കാം. ഈ വേദം വായിക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ കാണും എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു വേദ ബുക്ക് എടുത്തിട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഭാരതത്തിന്റെ സമ്പത്തായ ഈ വേദം എടുത്ത് വായിക്കുകയാണെങ്കിൽ വായിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒന്ന് കട്ടി സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ളത്, അതിനെ മലയാളീകരിച്ച് വരുമ്പോഴേക്കൊക്കെ അതിന്റെ ആശയങ്ങളൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഉള്ളത് വെച്ചിട്ട് നമ്മളൊന്ന് വായിക്കുകയാണെങ്കിൽ എന്തൊക്കെ ലഭിക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒരു ജനതയുടെ വിദൂര ഭൂതകാലം, അതായത് ഒരു കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന, അതായത് നമ്മുടെ പൂർവികരായി ജീവിച്ചിരുന്നവരുടെ ആ ഭൂതകാലത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് അത് മനസ്സിലാവും. അവരുടെ ചിന്തകൾ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഹൃദയവർജകമായ കാവ്യ ഭാവന, അതായത് ഹൃദയത്തെ കീഴടക്കാൻ കഴിവുള്ള കാവ്യ ഭാവന, നമ്മൾ പറഞ്ഞില്ലേ കാളിദാസന്റെ കാവ്യഭാവന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകളാണ്. അപ്പൊ അവരുടെ ഒരു കാവ്യത്തിൽ, അതായത് ഗദ്യത്തിൽ മാത്രമല്ല കാവ്യത്തിലും അവർ പ്രഗത്ഭരായിരുന്നു. അതിന്റെ നമ്മളെ ഹൃദയത്തിനെ കീഴടക്കിയ പാട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്താ അന്വേഷണ ബുദ്ധി, എന്ത് കാര്യത്തിനും കണ്ടെത്താനുള്ള, നമ്മൾ പറയില്ലേ സയൻസ് വളർന്നത് അങ്ങനെയാണ്, എന്തിനും കണ്ടെത്താനുള്ള ഒരു അന്വേഷണ ബുദ്ധി. ആ അന്വേഷണ ബുദ്ധിയും പിന്നെന്താണ് സമാധി ഭാഷയും, ആത്മീയ സയൻസ്, സമാധിയിലേക്ക് എത്തിപ്പോകാനുള്ള ആത്മീയ സയൻസും അല്ലെങ്കിൽ ആ ഭാഷയും, അതുപോലെ പ്രപഞ്ച വീക്ഷണം, ജ്യോതിഷം എന്നൊക്കെ പറയില്ല, അതിന്റെ വീക്ഷണവും എല്ലാം നമുക്ക് വേദങ്ങളിൽ. അപ്പൊ വേദങ്ങൾ വായിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഗഹനമായി പഠിക്കാൻ കഴിയും എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് വേദത്തിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് വേദത്തിൽ നിന്ന് എന്തൊക്കെ ലഭിക്കും? നമ്മുടെ പൂർവികർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരുടെ ചിന്തകൾ എന്തായിരുന്നു, അവരുടെ പ്രവൃത്തികൾ എന്തായിരുന്നു, അവരുണ്ടാക്കിയ കാവ്യങ്ങൾ എങ്ങനെയായിരുന്നു, അവരുണ്ടാക്കിയിട്ടുള്ള അറിവുകൾ, അന്വേഷണങ്ങൾ എങ്ങനെയായിരുന്നു, അവരുടെ ബുദ്ധി എങ്ങനെയാണ് വർക്ക് ചെയ്തത്, അവരിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്, ആത്മീയമായിട്ട് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ അവരുടെ പ്രപഞ്ച വീക്ഷണം, ഈ പ്രപഞ്ചം സൂര്യനും ചന്ദ്രനൊക്കെ ഉണ്ടായ ആ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടാവാം, യാതൊരു സംശയമില്ല. ആ കാര്യങ്ങൾ എല്ലാം കിട്ടുന്നത് നമുക്ക് ഈ വേദങ്ങളിൽ. വേദം പഠിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഏതാണ്ട് മൊത്തം ടോട്ടൽ കാര്യങ്ങൾ അറിയാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ അത് ഓർത്ത് വെച്ചോളണം. വേദങ്ങൾ എന്തിനു പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിൽ ഉണ്ടായ വിജ്ഞാന ശാഖകളെ കുറിച്ച് അറിയണമെങ്കിൽ, പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ജീവിക്കില്ലേ? ജീവിക്കും. കാരണം 3 നേരം ഭക്ഷണം കിട്ടിയാലും ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിലും ജീവിക്കും എന്നുള്ളത്. ഞാൻ വേദങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് ഇച്ചിരി വെള്ളിയാഴ്ചയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായോ. അപ്പൊ ആലോചിക്കണം, അന്നത്തെ കാലത്ത് ഇത്രയധികം സയൻസും സാഹചര്യങ്ങളും ഇല്ലാതിരുന്ന ആളുകൾ എന്ത് വ്യക്തമായിട്ട കാര്യങ്ങൾ എഴുതി. തെറ്റുകളില്ല എന്നല്ല പറയാം, തെറ്റുകളൊക്കെ ഉണ്ടാവും. തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റിക്കളയാലാണ്. തെറ്റുകൾ ഉയർത്തി കിട്ടി ഈ വേദത്തിൽ തെറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ പറയാൻ റെഡിയല്ല, പറയുന്നവരൊക്കെ പറഞ്ഞോളൂ. ഇന്നത്തെ സയൻസിൽ തെറ്റുകൾ പറ്റണില്ലേ? നമ്മൾ ചന്ദ്രയാനിന് മുമ്പ് 1ഉം 2ഉം ഇട്ട ചന്ദ്രയാനൊക്കെ തകർന്നു പോയിട്ടില്ലേ? സ്വാഭാവികമായിട്ട് സംഭവിക്കും. അതൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷൻ, അത്രയേ ഉള്ളൂ. തെറ്റുകൾ നമുക്ക് ശരിയിലേക്ക് പോകാനുള്ള ഇൻസ്പിറേഷൻ ആയിട്ട് മാറുമ്പോഴാണ് നമ്മളുടെ ശാസ്ത്രം വളർന്നു എന്ന് പറയാം. അല്ലാതെ വേദത്തിൽ എന്തെങ്കിലും തെറ്റ് പറ്റി അയ്യോ വേദത്തിൽ മൊത്തം തെറ്റാണെന്ന് പറയാം ഞാനില്ല. അതുപോലെ തന്നെ ആധുനിക സയൻസിലും തെറ്റുകൾ പറ്റാം എന്ന് വെച്ച് ആധുനിക സയൻസ് മൊത്തം തെറ്റാണെന്ന് പറയാനുള്ള സാധ്യത. നമ്മൾ യോഗ പഠിക്കുന്നവരും ഈ പ്രത്യേകിച്ച് ആയുർവേദവും അലോപ്പതിയും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാം. അലോപ്പതി മൊത്തം പ്രോബ്ലമാണ്. അപ്പം അലോപ്പതിക്കാർ പറയും ആയുർവേദം മൊത്തം പ്രോബ്ലമാണ്. രണ്ടിലും ശരിയുണ്ട്, നല്ലതുണ്ട്. ഏത് തിരഞ്ഞെടുക്കാൻ കഴിയുന്നോ അവനാണ് യഥാർത്ഥ മനുഷ്യൻ. ഓക്കെ, യെസ്. നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് പോകുന്നു. വിദ് ധാതുവിൽ നിന്നാണ് വേദം എന്ന വാക്കുണ്ടായത്. അപ്പൊ വേദം എന്ന വാക്ക് എവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ് സംസ്കൃത വാക്കുകളുടെ ഒക്കെ പ്രത്യേകത. ഓരോ വാക്കുകളും ഉണ്ടാകാൻ ഒരു കാരണക്കാരുണ്ടാവും. അതാണ് ധാതു എന്ന് പറയുന്നത്. റൂട്ട്, ഒരു വേരുണ്ടെന്ന് പറയില്ലേ, ആ വേര് എവിടെ നിന്ന് തുടങ്ങുന്നു. ഇപ്പൊ നമ്മുടെ വേര് എവിടെ നിന്ന് തുടങ്ങിയെന്ന് നമുക്ക് ഒട്ടുമിക്ക ആളുകൾക്ക് അറിയില്ല. നമുക്ക് വേണമെങ്കിൽ അപ്പനെ അച്ഛനെ അറിയാം, അമ്മേനെ അറിയാം, അപ്പൂപ്പനെ അറിയാം, അമ്മൂമ്മേനെ അറിയാം. അത് വിട്ട ചിലപ്പോൾ ചിലർക്ക് കുറച്ചും കൂടി അറിയാം. അതിനപ്പുറത്തേക്ക് വലിയ വിവരമൊന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അവിടെ തീർന്നു നമ്മുടെ ധാതു, അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ വേര് എവിടെ നിന്ന് തുടങ്ങി എന്നുള്ള അവിടെ നിന്ന് തീർന്നിട്ടുണ്ടാവും. പിന്നെ ആരെങ്കിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഞാൻ തിരുവിതാംകൂർ മഹാരാജാവിന്റെ വഴിയിൽപ്പെട്ടതാണ്, ഞാൻ കൊച്ചി രാജാവിന്റെ വഴിയിൽപ്പെട്ടതായിട്ടൊക്കെ പറയുന്ന ഗഡികളുണ്ട്. അപ്പൊ അതല്ല അവിടെ ഉദ്ദേശിച്ച് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ റൂട്ടുകളൊന്നും അറിയില്ല. അപ്പൊ ഇതിന്റെ റൂട്ട്, അപ്പൊ സംസ്കൃതത്തിലുള്ള ഓരോ വാക്കിനും ഇതുപോലെ റൂട്ട് ഉണ്ട്, എവിടെ നിന്ന് തുടങ്ങിയത്. അപ്പൊ ഈ പറഞ്ഞ വേദം എന്ന വാക്കിന്റെ റൂട്ട്, തുടക്കം എന്ന് പറയുന്നത് വിദ് എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് മനസ്സിലായി, റൂട്ടിൽ നിന്ന്, അതിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത് വിദ് എന്നുള്ളത്. നോക്കാം. വിദ് ധാതുവിനെ അറിയുക എന്നാണ് അർത്ഥം. വിദ് എന്ന് പറഞ്ഞാൽ വിത്ത് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. നമ്മളൊരു മരം വളർന്നു വലുതാവുന്ന ഒരു വിത്തിൽ നിന്നാണെന്ന് പറഞ്ഞ പോലെ വിദ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അറിവ് എന്നാണ് അർത്ഥം. അപ്പൊ വേദം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയുക എന്ന് തന്നെ അർത്ഥം.
ഓക്കെ, ക്ലിയർ ആയില്ലേ? യെസ്. നിരന്തരമായ അന്വേഷണത്തിന്റെ ഫലമായി ഋഷിമാർക്ക് അനുഭവവേദ്യമായ സത്യമാണ് അവർ ആവിഷ്കരിച്ചത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ അറിവ് നേടിയിട്ടുള്ളത് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യം ഉണ്ടാവില്ല. ഇതുപോലെ ആധുനിക സയൻസ് കണ്ടുപിടിച്ച ബുക്കും അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളിലൊക്കെ വായിച്ച്, ഇന്നത്തെ കാലത്ത് നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ യൂട്യൂബിൽ പറയുന്ന പണ്ടത്തരങ്ങളാണെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ വായിച്ചിട്ട് നമ്മൾ പറയും അതാണ് യഥാർത്ഥ അറിവ് എന്ന് പറയുന്ന ഒരു തലമുറയാണ് നമ്മളിലൂടെ നമ്മളടക്കം കടന്നു പോകുന്നത്. എന്നാൽ ഇതിൽ എഴുതിയിട്ടില്ല, നോക്കൂ, നിരന്തരമായ അന്വേഷണത്തിന്റെ ഫലമായി ഋഷിമാർക്ക് അനുഭവവേദ്യമായ സത്യമാണ്, അവർക്ക് അനുഭവപ്പെട്ടുള്ള സത്യമാണ് എഴുതിയത്. നമ്മൾ ആരെങ്കിലും എഴുതി വെച്ച് ഇതാണ് സത്യം എന്ന് പറയുമ്പോൾ നമ്മൾ വിളിച്ചു പറയുന്ന പോലെയല്ല, അവർക്ക് അത് ശരിയാണെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവർ പല രീതിയിലൂടെ മനനം ചെയ്തെടുത്ത് ആവിഷ്കരിച്ചു കൊണ്ടുവരുന്ന അനുഭവവേദ്യമായ സത്യമാണ് അവർ ആവിഷ്കരിച്ചത്, അവർ പൂർണ്ണതയിലേക്ക് കൊണ്ടുവന്നത്. അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും, ഇത് പല പ്രാവശ്യം അനുഭവപ്പെട്ട് ഇത് ശരിയാണ് എന്ന് തോന്നിയവരാണ് ഈ സംഭവം വേദങ്ങളായിട്ട് രൂപമാറ്റം സംഭവിച്ച് നമ്മൾക്ക് എഴുതി വെച്ചു എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് കണ്ടെത്തിയത്. അപ്പൊ മനസ്സിലായില്ലേ, അനുഭവവേദ്യമായത്. ഇപ്പൊ നമ്മൾ ഫുട്ബോൾ കളിയാണെങ്കിൽ ഫുട്ബോൾ കളി കളിക്കുമ്പോൾ നമ്മൾ പുറത്തിരുന്ന് അടി എന്താവാൻ കാണിച്ച അവൻ പെട്ടെന്ന് ഇങ്ങോട്ട് കൊടുക്കണ്ടല്ലേ, ഇവിടെ നിന്ന് അവിടെ കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ ഗാലറിയിൽ ഇരുന്നിട്ട് നമ്മൾ വലിയ ഗീർവാണം വിടും. ആ ഗ്രൗണ്ടിൽ നമ്മൾ ഇറക്കി നിർത്തിയാൽ അവൻ ചെയ്ത കാര്യം പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? നമ്മളൊക്കെ ഇങ്ങനെ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടിട്ട് ഡയലോഗ് വിടുന്ന ആളുകളാണ്, അവിടെ കളിക്കുന്നവരാണ് ഈ സംഭവം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കളിക്കുന്നവർ എഴുതുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഇതാണ് ഗ്രൗണ്ടിൽ കടന്നു നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന മാനസിക സംഘർഷവും നമ്മൾ വിചാരിക്കുന്ന പോലെ അച്ചടക്കവും കിട്ടാത്തതിന്റെ കാരണം എന്ന് അവൻ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അല്ല, നമ്മൾ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നത് പോലെ അല്ല എന്നർത്ഥം. ഓക്കെ, അതായത് യൂട്യൂബിൽ നോക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിൽ നോക്കിയിട്ടോ നമ്മൾ അങ്ങോട്ട് അറിവ് പറയും. ഇപ്പൊ ഞാൻ ഈ ബുക്ക് നോക്കിയിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഭയങ്കര ബുദ്ധിമാനായിട്ടുള്ള ഒരാള് ഇങ്ങനെ എന്തെല്ലാം കാര്യം, പക്ഷെ എന്ത് കാര്യങ്ങളാണ് പറയുന്നതൊക്കെ വിചാരിക്കും. ഒന്നുമില്ല, ഞാൻ ഇത് അവതരിപ്പിക്കാൻ എന്റേതായ കുറെ തക്കടത്തരികടെ പരിപാടികളൊക്കെ നടത്തുന്നു എന്നല്ലാതെ എൻ്റെ ഉള്ളിൽ ഇതിനൊന്നുമില്ല. ഇത് ഇവിടുന്ന് കിട്ടിയ സാധനം ഞാൻ എന്റേതായ ഒരു ഭാഷയിൽ പറയുന്നു എന്നല്ലാതെ ഇതിന്റെ കാതലായ ഭാഗം ഈ പറഞ്ഞ അറിവുള്ളവൻ എഴുതി വെച്ച കാര്യം. ഇപ്പൊ ഈ ബുക്ക് എഴുതിയ ആൾക്കാരുടെ സംഭവമൊക്കെ ഇത് തന്നെയാണ്. അവിടെ അന്നു മുതൽ ഈ കാര്യങ്ങൾ എഴുതി വെച്ച് അവിടെ നിന്ന് പകർത്തി അവനവന്റെ രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നിരന്തരമായ അന്വേഷണത്തിന്റെ ഫലമായി ഋഷിമാർക്ക് അനുഭവവേദ്യമായ സത്യമാണ് അവർ ആവിഷ്കരിച്ചത്. ക്ലിയർ ആയില്ലേ? യെസ്. ഋഷിമാർ മന്ത്ര സൃഷ്ടാക്കളല്ല. ഓർത്ത് വെച്ചോണേ, ഋഷിമാർ മന്ത്ര സൃഷ്ടാക്കളല്ല, മന്ത്ര ദൃഷ്ടാക്കളാണ്. വാക്കുകൾ മാറിപ്പോയി. മന്ത്ര സൃഷ്ടാക്കളല്ല, മന്ത്ര ദൃഷ്ടാക്കളാണ്. ഇപ്പൊ നമ്മള് ഒരുപാട് മന്ത്രങ്ങൾ പഠിക്കുന്നു, ഒരുപാട് വേദമന്ത്രങ്ങൾ പഠിക്കും. നമ്മൾ രാവിലെ തന്നെ പ്രാർത്ഥന പഠിക്കുന്നത് സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു ശ്രീരാമായ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥന, അതിനപ്പുറത്തേക്ക് ഒരുപാട് പ്രാർത്ഥനയുണ്ട്. ഓം ഭൂർഭുവസ്വ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഇങ്ങനെ ചൊല്ലാറുണ്ട്. ഈ ചൊല്ലുന്നതെല്ലാം കണ്ടെത്തിയത് ഋഷിമാരാണ്. അവരല്ല അത് സൃഷ്ടിച്ചത്, അവരൊരിക്കലും അത് സൃഷ്ടിച്ചിട്ടേ ഇല്ല. ഇപ്പൊ നമ്മൾ പറയും സൃഷ്ടാവ്. ഒരു കഥ ഉണ്ടാക്കി MT വാസുദേവൻ നായർ രചിച്ചത് എന്ന്. സൃഷ്ടിച്ചതെന്ന് പറയാൻ പാടില്ല. പുള്ളി രചിച്ചുള്ളൂ, പുള്ളിക്ക് എവിടെ നിന്ന് കിട്ടി, അത് പുള്ളി രചിച്ചതാ. അതുകൊണ്ടാണ് രചന, എഴുതിയെടുത്തു എന്നർത്ഥം. ഇതിന്റെ സൃഷ്ടാവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഈ കുട്ടി എന്റെ ഞാനാണ് ഇവരെ സൃഷ്ടിച്ചത്, ലോകമണ്ഡത്തരാ. നമ്മൾ ഒരു സൃഷ്ടി അതിൽ നടത്തിയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞ മന്ത്ര ദൃഷ്ടാക്കളാണ്. സൃഷ്ടിച്ചവരല്ല, ഉണ്ടാക്കിയവരല്ല. അവരാരും ഈ മന്ത്രം ഞാൻ ഉണ്ടാക്കിയാണെന്ന് ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. അതെല്ലാം ദൃഷ്ടാക്കൾ. അപ്പൊ എങ്ങനെ മന്ത്ര ദൃഷ്ടാക്കൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടെത്തിയുള്ള എല്ലാ സംഭവങ്ങളും, ലോകത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ളതാണ്. നമുക്കത് കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളൂ. കണ്ടെത്താൻ പറ്റുന്നവര് അവരുടെ മന്ത്ര കഴിവനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ കണ്ടെത്താനുള്ള ആ കഴിവനുസരിച്ച് അവരത് കണ്ടെത്തി എന്നുള്ളൂ. നമുക്കിപ്പോ പെട്രോൾ ഉപയോഗിച്ച് നമ്മൾ വണ്ടി ഓടിക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ? ആകെ ആ വണ്ടിയുടെ സ്റ്റാർട്ടർ ഒന്ന് ഞെക്കി കൊടുക്കുന്നു, സ്റ്റാർട്ടാവുന്നു, എന്ന് വന്ന് നമ്മൾ വണ്ടി ഓടിക്കുന്നതല്ലാതെ ആ വണ്ടിയുടെ ബാക്കിൽ എന്തൊക്കെ പ്രവൃത്തി ഉണ്ടായെന്നുള്ളത് നമുക്കറിയോ? നമുക്ക് ആർക്കും അറിയില്ല.
ആരൊക്കെയോ അത് കണ്ടെത്തി എന്നുള്ളതാണ്. ആ കണ്ടെത്തി അപ്പോൾ ഒരു 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 മെഷീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനുപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ എവിടെയോ കിടന്നതാണ്. അപ്പൊ ഓൾറെഡി അത് ഇവിടെ ഉണ്ട് എന്നർത്ഥം. അതിന് നമ്മൾ എടുത്തിട്ട് ഒന്ന് കണ്ടെത്തി അതിനെ ഒന്ന് രൂപമാറ്റം സംഭവിപ്പിച്ചു എന്ന് മാത്രമേ അവിടെ നമ്മൾ നടത്തിയാണ്. പക്ഷെ ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ കിടക്കുന്നുണ്ട്, ഈ ഭൂമിയിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ കിടക്കുന്നുണ്ട്. അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതാണ് മന്ത്ര ദൃഷ്ടാക്കൾ. അതെങ്ങനെയിരിക്കും? അപ്പൊ ഈ പ്രപഞ്ചത്തിലൂടെ അപ്പൊ നമുക്ക് ഒരുപാട് പാട്ടുകൾ നല്ല ഹൃദയത്തിലൂടെ ഇങ്ങനെ തറയ്ക്കുന്ന പാട്ടുകളുണ്ട്. അതുകൊണ്ട് അവരെഴുതിയ പാട്ടാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മനസ്സിലായ? അവര് സൃഷ്ടിച്ചാണെന്ന് പറയുന്നതിൽ ചെറിയ തെറ്റില്ല, വലിയ തെറ്റുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ ഇപ്പൊ ഞാൻ നിങ്ങളുടെ മൊബൈലിൽ, ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടില്ല, ഈ മൊബൈലിൽ ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ നിങ്ങൾക്ക് അയക്കുന്ന ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കണക്ഷൻ, ഞാൻ ഇവിടുന്ന് ഒരു വയറ് നിങ്ങളുടെ വീട്ടിലേക്ക് വലിച്ചിട്ട് ഇങ്ങനെ കുത്തിയതാണോ? അങ്ങനെയാണോ കിട്ടുന്നത്? അല്ല. ഇത് ഈ എയറിലൂടെ വരുന്ന തരംഗങ്ങളെ പിടിക്കാൻ കഴിവ് നിങ്ങളുടെ മൊബൈലിന് ഉള്ളത് കൊണ്ട് നിങ്ങൾ അത് വലിച്ചെടുക്കുകയും ആ മൊബൈലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് കാണാൻ പറ്റാത്ത കുറേ തരംഗങ്ങൾ ഇതിലൂടെ പോകുന്നുണ്ട്, അല്ലേ? അപ്പൊ നമുക്ക് ആ വലിച്ചെടുക്കാൻ കഴിവുള്ള തരംഗങ്ങൾ മാത്രമേ ഈ മൊബൈൽ പിടിച്ചെടുക്കുള്ളൂ. ഇപ്പൊ നമ്മൾ പറയാണ്, ഇപ്പൊ ചന്ദ്രയാനിൽ നിന്ന് കുറെ മെസ്സേജ് ഇങ്ങോട്ട് വരുന്നുണ്ട്, അത് നിങ്ങളുടെ മൊബൈൽ പിടിച്ചെടുക്കും, എന്റെ മൊബൈൽ പിടിച്ചെടുക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ പിടിച്ചെടുക്കും. ഇല്ല, പിടിച്ചെടുക്കില്ല. എന്താ? അതിന് ആ മെഷീന് അതിനുള്ള കഴിവില്ല. മനസ്സിലായി? അതുപോലെ തന്നെയാണ് ഒരുപാട് തരംഗങ്ങൾ ഇതിൽ ഓടിപ്പോകുന്നുണ്ട്. അപ്പൊ നല്ലൊരു പാട്ട് എഴുതാൻ അറിയുന്ന ആൾ കണ്ണടച്ചിരുന്നിട്ട് ഇങ്ങനെ ആ തരംഗങ്ങൾ പിടിച്ചെടുത്തിട്ട് പുള്ളി എഴുതി വയ്ക്കും. അങ്ങനെയാണ് ആ പാട്ടിന്. അപ്പൊ ഇഷ്ടംപോലെ തരംഗങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ ഇതിലൂടെ ഇനിയും പറഞ്ഞു നടക്കുന്നുണ്ട്. നല്ല നല്ല കഥകളൊക്കെ ഇപ്പോഴും ഇതിലൂടെ നടക്കുന്നുണ്ട്. അത് കണ്ടെത്താൻ കഴിവുള്ളവര് അത് കണ്ടെത്തി വരുമ്പോ അത് നമുക്ക് തരുമ്പോൾ എന്ത് നല്ല സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് സൃഷ്ടിയല്ല, അയാൾ കണ്ടെത്തിയതാണ്. അതാണ് മന്ത്രദൃഷ്ടാക്കൾ. അപ്പൊ എങ്ങനെ ഇരുന്നു? അവരിങ്ങനെ ശാന്തമായ സ്ഥലത്ത് കണ്ണടച്ച് ഇങ്ങനെ ഇരുന്ന് മനനം ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങി. ധ്യാനിച്ച് സമാധി. ഇപ്പൊ നിങ്ങൾ ധ്യാനം ചെയ്യുമ്പോൾ, ധ്യാനം നന്നായിട്ട് കിട്ടിയവരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയാറുണ്ട്, ഞാൻ അത് കണ്ടു ഇത് കണ്ടു. നിങ്ങൾ എപ്പോഴെങ്കിലും അതുപോലെയുള്ള ഒരു സ്ഥലം, നല്ലൊരു വയൽ കണ്ടു, ഇപ്പൊ നമ്മുടെ ബിന്ദുവൊക്കെ പറഞ്ഞത് നല്ലൊരു വയൽ കണ്ടു, നല്ല കുളം കണ്ടു, ഒരു ഗ്രാമം കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ അതുപോലെയുള്ള ഗ്രാമത്തിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടാവില്ല. നിങ്ങൾ പോവാത്ത സ്ഥലങ്ങളായിരിക്കും മിക്കപ്പോഴും നിങ്ങൾ കാണുക. എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ചിത്രങ്ങളായിരിക്കും നിങ്ങൾ അന്ന് കാണുക? അല്ല, നിങ്ങൾ ഉദ്ദേശിക്കാത്ത ഏതോ മനോഹരമായ സ്ഥലങ്ങളായിരിക്കും നമ്മൾ കാണുക. അതിങ്ങനെ ഇരുന്ന് കണ്ട് നമ്മൾ അതിൽ ഇങ്ങനെ ലയിച്ചു പോകാറുണ്ട്. നിങ്ങൾ എന്ത് പണിയാണ് അതിൽ ചെയ്തിട്ടില്ല? ഒരു പണിയും ചെയ്യില്ല. അതുപോലെ തന്നെയാണ് ഈ ഋഷിമാർ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങും. അവരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ തെളിഞ്ഞ് വ്യക്തമായിട്ട് തെളിഞ്ഞു വരും. അത് കഴിഞ്ഞ് അതിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും അവർക്ക് ആ ഓർമ്മ നിൽപ്പുണ്ടാവും. അത് പിന്നെ അവർ വീണ്ടും അത് പറയാൻ തുടങ്ങും. പറഞ്ഞ് അങ്ങനെയല്ലേ ഒരു സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 100 പേർക്ക് പറഞ്ഞു കൊടുത്ത ആ സിനിമ പിന്നെ നമുക്ക് നല്ല ഫെമിലിയർ ആയതുപോലെ ഇവരിങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇവരിത് ഇങ്ങനെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും, ആ ശിഷ്യന്മാർ അടുത്ത ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഇതിങ്ങനെ നമ്മളിലേക്ക് എത്തിയത്. അല്ലാതെ അന്നൊന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വേദമന്ത്രങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതൊന്നും എഴുതി വെച്ചിട്ടില്ല. ആ ഗുരു അല്ലെങ്കിൽ ആ ഋഷി ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ആ ശിഷ്യന്മാർ അടുത്ത ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പോയിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോ ഈ ഋഷിമാർ മന്ത്ര സൃഷ്ടാക്കളല്ല. വാക്കുകൾ ഓർത്തു വെച്ചോളൂ. മന്ത്ര സൃഷ്ടാക്കളല്ല, മന്ത്ര ദൃഷ്ടാക്കളാണ്. ദൃഷ്ടി കൊണ്ടുണ്ടാക്കിയതാണ്. ഓക്കെ. അപ്പൊ നോക്കി കണ്ടെത്തിയതാണെന്ന് അർത്ഥം. ഓക്കെ. മന്ത്രങ്ങൾ മനനം ചെയ്യാനുള്ളതാണ്. മന്ത്രം ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ ഇങ്ങനെ മനനം വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറയാം. മനസ്സിലായി? അതാണ് അതിന്റെ ഒരു പ്രത്യേകത. കാരണം ഈശ്വരൻ തന്നു എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അതായത് മനുദേ അനേന ഇതി എന്ന് പറഞ്ഞല്ലോ. മനുനെ അനേന ഇതി എന്ന് പറഞ്ഞു. മനു എന്ന് പറഞ്ഞ മനുഷ്യൻ, തേ അവിടുന്ന്. അപ്പൊ മനുഷ്യന് അവിടെ നിന്ന് തന്നിട്ടുള്ള അനേന എന്ന് പറഞ്ഞാൽ എന്താ പറയാ? അനേന എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയും ദൈവത്തിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹം എന്നൊക്കെ പറയും, ഗ്രേസ് എന്നൊക്കെ പറയില്ല. അത് തന്നെ അനേന. അപ്പൊ അത് അനേന ഇതി മന്ത്രം, അതാണ്. അപ്പൊ ഈശ്വരനിൽ നിന്ന് കിട്ടിയ ആ ഏറിക്കൂടെ നമുക്ക് കിട്ടിയ ഒരു സംഭവമാണ് ഈ പറഞ്ഞ മന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ മന്ത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? യെസ്. അപ്പൊ ഈ വേദങ്ങളിലെല്ലാം പൂർണ്ണമായും മന്ത്രങ്ങളാണ്. അപ്പൊ വേദത്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള ആ അറിവ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം മന്ത്രരൂപത്തിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോ വേദം എന്താണെന്ന് മനസ്സിലായി, എന്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലായത് അതിൽ കുറെ അന്വേഷണ ബുദ്ധിയും കുറെ നമുക്ക് പറയാം സമാധികളും, അതായത് യോഗയെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റുള്ള അറിവുകളെ കുറിച്ചും എല്ലാവിധ പ്രപഞ്ചത്തിനെ കുറിച്ചും അവരുടെ ജീവിതത്തെ കുറിച്ചും അവരെന്താണ് ചിന്തിച്ചതെന്നും അവരുടെ മനസ്സിലൂടെ എന്താണ് കാവ്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വേദങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെങ്ങും എഴുതി വെച്ചിട്ടില്ല. അവർ മനനം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നർത്ഥം. അവരാരും അതിന്റെ സൃഷ്ടാക്കളല്ല, ദൃഷ്ടാക്കളാണ്. കണ്ടെത്തിയവർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ. യെസ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
അടുത്തേക്ക് പോകാം. അതൊക്കെ എഴുതി വെച്ചോളൂ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സൈഡിൽ എഴുതി വെച്ചോളാം, എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ, യെസ്. അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണെ. വേദം കൊണ്ട് പുരുഷാർത്ഥങ്ങളെ അറിയണം. വേദം എന്തിനാണ് എന്ന് ചോദിച്ചാൽ പുരുഷാർത്ഥങ്ങളെ അറിയുന്നതിനാണ്. വേദം എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണെന്ന് വെച്ചാൽ പുരുഷാർത്ഥങ്ങളെ അറിയുന്നതിന്. അപ്പൊ എന്താണ് പുരുഷാർത്ഥം എന്ന് അറിയുന്നത്? പുരുഷാർത്ഥം പുരുഷ പ്ലസ് അർത്ഥം, അങ്ങനെ എഴുതിക്കോ അവിടെ. പുരുഷ പ്ലസ് അർത്ഥം. പുരുഷ എന്ന് പറഞ്ഞാൽ ആണ് എന്നല്ല അർത്ഥം, മനുഷ്യൻ എന്നാണ് അർത്ഥം. ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം, ഹ്യൂമൻ ബീങ് എന്നാണ് അർത്ഥം. ഓക്കെ, യെസ്. അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ കാര്യത്തിൽ ഒരു അർത്ഥമില്ല എന്നല്ല. അർത്ഥം എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ എന്നാണ്. പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ലക്ഷ്യങ്ങൾ എന്നതിന് അർത്ഥം. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്ന അർത്ഥങ്ങളാണ്. ഇതിനൊക്കെ വലിയ 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 ഇതുകളൊക്കെ ഉണ്ട്, നമ്മുടെ അവിടേക്കൊന്നും വേണ്ട, നമ്മളൊക്കെ സിമ്പിൾ ആൾക്കാരാണ്. അപ്പൊ പുരുഷാർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നാണ് വേദത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ ഒരു മനുഷ്യന്റെ ലക്ഷ്യം എന്തായിരിക്കണം, അതാണ് വേദത്തിൽ പഠിക്കുന്നത്. എഴുതി വെച്ചില്ലേ പുരുഷാർത്ഥം പ്ലസ്, അവിടെ സൈഡിൽ എഴുതി വെച്ചില്ലേ പുരുഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് എഴുതണം. പുരുഷൻ ആണ്, അപ്പൊ പെണ്ണിതിൽ പെടില്ല എന്നാണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണെന്നല്ല, മനുഷ്യൻ എന്നാണ്. അർത്ഥം എന്ന് പറഞ്ഞാൽ പർപ്പസ് എന്ന് പറയുന്നത്, നമ്മൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. അപ്പൊ മനുഷ്യന്റെ അപ്പൊ വേദം കൊണ്ട് പുരുഷാർത്ഥങ്ങൾ അറിയണം, മനുഷ്യന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയണം. ഓക്കെ, 1 ധർമ്മം, 2 അർത്ഥം, 3 കാമം, 4 മോക്ഷം എന്നിവയാണ് പുരുഷാർത്ഥങ്ങൾ. അപ്പൊ പുരുഷാർത്ഥങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, അപ്പൊ വേദം എന്തിനാ പഠിക്കുന്നത്? പുരുഷാർത്ഥങ്ങൾ അറിയാം. പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്, ജീവിതത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വേദത്തിൽ പറഞ്ഞിട്ടുള്ള ഇതാ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന വേദത്തിൽ കുറെ അടിപൊളി സൂപ്പർ കാര്യങ്ങൾ എഴുതിയില്ല, അല്ല. മനുഷ്യനെ കുറിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പൊ അതില് പുരുഷാർത്ഥം പറഞ്ഞാൽ 4 എണ്ണം. പണ്ട് 3 ഉണ്ടായല്ലോ, പിന്നെ 4, അത് 4 എണ്ണം. 4 ഏതൊക്കെയാ? 4 പുരുഷാർത്ഥങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യം 4ആണ്. അത് 4 ഏതൊക്കെയാ? ജീവിത ലക്ഷ്യങ്ങൾ ഏവ എന്ന് എഴുതിയിട്ട് അത് പറയേണ്ടതാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വേറെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ധർമ്മം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ കുറെ ധർമ്മങ്ങൾ പാലിക്കണം. എന്ത് ധർമ്മങ്ങൾ പാലിക്കണം? ആദ്യം അതിന് പറയുന്ന ധർമ്മം എന്ന് പറഞ്ഞാൽ നീതി, സത്യസന്ധമായിട്ട് ജീവിക്കണം. ഇവിടെ ഏറ്റവും കൂടുതലുള്ളതാണല്ലോ, അറിയാമല്ലോ എല്ലാവർക്കും. പറയുന്നത് സത്യസന്ധമായിരിക്കണം, ചെയ്യുന്നത് സത്യസന്ധമായിരിക്കണം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും സത്യസന്ധമായിരിക്കണം. അതാണ് നീതി. എപ്പോ നീതി നശിക്കുന്നു അവിടെ നിങ്ങൾ നശിക്കുന്നു, അതിൻ്റെ ഒപ്പം നിങ്ങളുടെ ഒപ്പം നശിക്കും, അതോടൊപ്പം നിങ്ങളുടെ രാജ്യവും നശിക്കും. എപ്പോ ധർമ്മം നഷ്ടപ്പെടുന്നു, യഥാ ഹി ധർമ്മസ്യ, കേട്ടില്ലേ? അത് തന്നെ. ധർമ്മം എവിടെ നശിക്കുന്നോ ഞാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു പറഞ്ഞിട്ടില്ല. അപ്പൊ ധർമ്മം നശിച്ചാൽ ആ രാജ്യം നശിക്കുന്നുള്ള. സത്യസന്ധം അല്ലെങ്കിൽ ഇപ്പൊക്കെ തോന്നും ഞാൻ കുറെ കളവൊക്കെ നടത്തി ആരും അറിയില്ലെന്ന്, പക്ഷെ അതൊരു രാജ്യത്തെ നശിപ്പിക്കുന്നു. ഒരാൾ മതി ഒരു രാജ്യം നശിപ്പിക്കുക, ഒരേ ഒരാൾ മതി ഒരു രാജ്യം നശിപ്പിക്കുക. അപ്പൊ ധർമ്മമായിരിക്കണം അവിടെ പ്രധാനം, നീതിയായിരിക്കണം, സത്യസന്ധതയായിരിക്കണം. അതാണ് പുരുഷന്റെ ഉദ്ദേശ ലക്ഷ്യം. മനുഷ്യന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ആദ്യത്തെ ധർമ്മമായിരിക്കണം, നീതിയായിരിക്കണം, സത്യമായിരിക്കണം. ഓക്കെ, യെസ്. രണ്ടാമത്തെ അർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത്. കൃത്യമായിട്ട് സമ്പത്ത് ഉണ്ടാക്കിയിരിക്കണം, നേരെ വഴിമാർഗത്തിലൂടെ, നീതിയിലൂടെ, സത്യസന്ധമായി സമ്പത്ത് സമ്പാദിക്കണം എന്നുള്ളത്. ചിലവർ പറയും സമ്പത്തൊന്നും സമ്പാദിക്കൊന്നും വേണ്ട. ആർക്കാന്നറിയോ? കല്യാണമൊന്നും കഴിക്കാതെ സ്വന്തമായിട്ട് ജീവിക്കുകയാണ്, തോന്നിയ പോലെ ജീവിക്കുകയാണ്, നിങ്ങൾ ഒരു സമ്പത്ത് സമ്പാദിക്കണം. ഈ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ വെറുതെ ഫുഡ് കിട്ടും എന്നുള്ളതിൽ അതിൽ ഇപ്പൊ നമ്മൾ ഗുരുവായൂർ പോയാൽ ഫുഡ് കിട്ടും, രാവിലെയും കിട്ടും, ഉച്ചയ്ക്കും കിട്ടും, വൈകിട്ട് കിട്ടും, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. 3 നേരം കിട്ടും. ഇത് മതിയെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സമ്പത്തിന്റെ ആവശ്യമില്ല, അവിടെ തന്നെ കിടന്നുറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാളും ചോദിക്കില്ല എന്താ അവിടെ കിടന്നുറങ്ങണം, ആരും ചോദിക്കില്ല എന്തിനാ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു, ആരും ചോദിക്കില്ല, എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ ഒറ്റയ്ക്ക് ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണ്ടെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഉണ്ടാക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ച് കുട്ടികളെ വെച്ചിട്ട് ഈ ഡയലോഗ് വിടരുത്. എന്ത് പറഞ്ഞിട്ട് സമ്പത്ത് വേണ്ട എന്നുള്ള ഡയലോഗ്. സമ്പത്ത് ഉണ്ടാക്കണം സത്യസന്ധമായിട്ട്, നീതിയുടെ ഭാഗങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്നു, അവർ പൈസ തരുന്നു, സത്യസന്ധമായിട്ട് ജോലി നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യണം, അവിടെ അഴിമതി നടത്തരുത്. അത് ചെയ്യുന്നു, സമ്പത്ത്. അപ്പൊ സമ്പത്ത്. അപ്പൊ മനുഷ്യന്റെ ജീവിത ലക്ഷ്യത്തിൽ ഒന്ന് പറഞ്ഞിട്ടുള്ളത് എന്തെന്നാ? ധർമ്മമായിരിക്കണം, നീതിയായിരിക്കണം, കൃത്യനിഷ്ഠതയായിരിക്കും. അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് സമ്പത്ത് ഉണ്ടാക്കണം എന്നുള്ളത്. എന്ന് വെച്ചാൽ വളഞ്ഞ മാർഗത്തിലൂടെ എങ്ങനെയൊക്കെ സമ്പത്ത് ഉണ്ടാക്കാമെന്ന് ഇന്നത്തെ ഏറ്റവും കൂടുതലുള്ള സംഭവം. എങ്ങനെ വളഞ്ഞ മാർഗത്തിൽ സത്യസന്ധമായിട്ട് കാശുണ്ടാക്കാമെന്ന് ഞാൻ ആളുകൾ വളരെ ചെറുതായിട്ട് വിചാരിക്കാറുള്ളൂ. ഏറ്റവും കൂടുതലായിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കും, വഴി എനിക്ക് പ്രശ്നമല്ല, ലക്ഷ്യമാണ് പ്രധാനം. അങ്ങനെ വഴി നമുക്ക് പ്രശ്നമില്ല, ലക്ഷ്യമാണ് പ്രധാനം എന്ന് പഠിച്ചു വെച്ചിട്ടുള്ള കാര്യം. അപ്പൊ നമുക്ക് അവിടെ സമ്പത്ത് കൃത്യമായിട്ട് സമ്പാദിക്കണം. ഓക്കെ, അടുത്തത് കാമം.
കാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കൂടെ പോകുന്ന കാമല്ല. നമ്മൾ മലയാളത്തിൽ ഈ കാമത്തിന് കുറെ അർത്ഥങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. ആ കാമല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ട് ആനന്ദം ഉണ്ടായി. എപ്പോഴും പറയേണ്ടത് സന്തോഷമാണോ വേണ്ടത്? സന്തോഷമൊന്നല്ല വേണ്ടത്, അതിന്റെ അപ്പുറത്തെ അതിന്റെ ചേട്ടൻ ആനന്ദമാണ് നമുക്ക് ശരിക്കും ഉണ്ടാകുന്നത്. ആനന്ദം, സന്തോഷം നമുക്ക് എപ്പോ വേണമെങ്കിലും ഉണ്ടാവും. ഇപ്പൊ നമുക്കൊരു മൊബൈൽ പുതിയതായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാണ്. പക്ഷെ ആനന്ദം ഉണ്ടാവില്ലേ? ആനന്ദമില്ല. കാരണം എന്താ? അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതെന്ത് പുതിയ ഐറ്റംസ് അറിയുകയും ചെയ്യും, ഇതെന്ത് ഫോൺ. അവിടെ നമുക്ക് ആനന്ദം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ ആനന്ദം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഇങ്ങനെ നിലനിൽക്കണം. പ്രത്യേകിച്ച് വസ്തുക്കളൊന്നും കൂടാതെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തിളച്ചിങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ തിളയ്ക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ ഒന്നും വേണ്ട, ഒരു വസ്തുവും വേണ്ട, നമ്മൾ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അതാണ് ശരിക്കും പറഞ്ഞ ആനന്ദം എന്ന് പറയുന്നത്. മറ്റേതൊക്കെ ഓരോ വസ്തു കിട്ടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ ഇതങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ധ്യാനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സംഭവമാണ് യഥാർത്ഥ ആനന്ദം എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എന്താണ്? നിങ്ങൾ ശാന്തമായിട്ട് കുറച്ചേരം ഇരുന്നു, നേരെ ധ്യാനത്തിലേക്ക് കടന്നു, എങ്ങോട്ടൊക്കെയോ സഞ്ചരിച്ചു, കാണാത്ത കുറെ കാര്യങ്ങൾ കണ്ടു. അതിൽ നിന്നൊക്കെ ഇങ്ങനെ അനുഭൂതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് യഥാർത്ഥ ആനന്ദം എന്ന് പറയും. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇതൊക്കെ വലിയ ഗഹനമായിട്ട് അർത്ഥങ്ങൾ പറയാൻ കഴിയുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദം ലഭിക്കുന്ന ഏതെങ്കിലും വസ്തുവിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ അല്ല. ഇപ്പൊ നമ്മള് ഭാര്യ ഭർത്താക്കന്മാരെ എപ്പോഴും പറയും, നിങ്ങൾക്ക് എന്താ എന്നോട് ഒത്തിരി സന്തോഷമായിട്ട്. അവർക്ക് സന്തോഷം മതി, ആനന്ദം വേണ്ട. മനസ്സിലായില്ലേ? അവർക്ക് എപ്പോഴും സന്തോഷിച്ചിരുന്നത്. അവരെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറെ ആനന്ദം വേണമെന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്? ഇല്ലില്ല. എനിക്ക് ഒരു സന്തോഷമില്ല, എനിക്ക് അത് പറയുള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ആനന്ദം കിട്ടുന്നുണ്ടോ? നമ്മൾ ക്ലാസ്സിൽ മിക്കവരും ആനന്ദം അനുഭവിച്ചിട്ടുള്ളവരാ. എങ്ങനെ? നമ്മൾ ധ്യാനത്തിലേക്ക് ഒരു 5 മിനിറ്റ് ധ്യാനത്തിൽ ഇരുന്നാൽ ആ ധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട്. ആ അനുഭൂതിയാണ് യഥാർത്ഥ ആനന്ദം. അത് എത്രമാത്രം നമുക്ക് സ്ഥിരമായി നിലനിർത്താൻ കഴിയുന്നു. അതാണ് 10ഉം 15ഉം 20ഉം ഒക്കെ ദിവസങ്ങളോളം ഇങ്ങനെ ധ്യാനത്തിൽ ഇരുന്നു എന്ന് പറയുമ്പോൾ അവരനുഭവിക്കുന്ന ആനന്ദം ഉണ്ടല്ലോ, അത് വല്ലാത്താണ്. അത് തന്നെയാണ് നിങ്ങളും അനുഭവിക്കേണ്ടത്. ഇടയ്ക്കൊക്കെ വീടും കുടുംബമൊക്കെ വിട്ട് എവിടെയെങ്കിലൊക്കെ പോയിരുന്ന് കുറച്ചേരെങ്കിലും ഇരുന്നിട്ട് ഈ ആനന്ദം അനുഭവിക്കണം. അപ്പോഴാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു മേഖലയുണ്ട് എന്ന് മനസ്സിലാവും. ഇത് വെറുതെ രാവിലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നു, മനസ്സിലായില്ലേ? ഓക്കെ, എന്താണ് മെസ്സേജ് വന്നിട്ടില്ല? ബിന്ദു സുധാകരൻ എഴുതില്ല, ധർമ്മം അല്ല, ധർമ്മം അർത്ഥം കാമം മോക്ഷം 3 നേരം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 നേരം എനിക്ക് തോന്നുന്നു ഗുരുവായൂരത്തെ കാര്യമാണ്. 3 നേരം ഭക്ഷണം കിട്ടും. അങ്ങനെയുള്ള ഒരു സമ്പത്ത് ഉണ്ടാക്കേണ്ട, ഒറ്റയ്ക്കാണെന്നുള്ളൂ, ഒരാളോട് പറയണ്ട, മരിക്കുന്നവരവിടെ ജീവിക്കാം. ഓക്കെ, ഇവിടെയാണെങ്കിൽ റേഷൻ അരി ഓക്കെ ഫ്രീ ആണ്, സമ്പാദ്യം വേണമെങ്കിൽ മതി. അല്ല, അരിയുടെ കാര്യം നമ്മളിവിടെ സംസാരിച്ചില്ല, ഭക്ഷണത്തിന്റെ കാര്യം നമ്മൾ സമ്പത്തിന്റെ കാര്യം സംസാരിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, യെസ്. പിന്നെ ഏതാ വേണ്ടത്? അടുത്ത ഏതാ? അപ്പൊ കാമം എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്, അല്ലാതെ മറ്റേ കാമല്ല. ഓക്കെ, യെസ്. മോക്ഷം. എന്താണ് മോക്ഷം? മോക്ഷം പിന്നീട് വന്നിട്ടുള്ളത്. ഈ പുരുഷാർത്ഥങ്ങളിൽ ഒറിജിനൽ വേദം എഴുതുന്ന പുരുഷാർത്ഥങ്ങളിൽ 3 ഉണ്ടായുള്ളൂ. ഏതൊക്കെ? ധർമ്മം, അർത്ഥം, കാമം. ഇത് 3 ഉണ്ടായുള്ളൂ. പിന്നീടാണ് മനസ്സിലായത് മോക്ഷം കൂടി ഉണ്ടെങ്കിലേ പൂർണ്ണതയുള്ളൂ. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീഡം. തമിഴിലൊക്കെ പറഞ്ഞ വിടുതലേ. അത് തന്നെ, സ്വാതന്ത്ര്യമാണ് ശരിക്കും പറഞ്ഞ. എന്തിന് സ്വാതന്ത്ര്യം? ഈ പുലിവാലിൽ നിന്നൊക്കെ എല്ലാം സ്വാതന്ത്ര്യം. വാൽപ്പാറ യാത്രയ്ക്ക് പോകണമെങ്കിൽ വീട്ടിൽ ആരുടെയൊക്കെ അനുവാദം വേണമെന്ന് പറയും. നമ്മൾ 12-ാം തീയതി വാൽപ്പാറ യാത്രയ്ക്ക് പോകണമെങ്കിൽ നമുക്ക് വീട്ടിലുള്ള സകല എണ്ണത്തിന്റെയും, അതായത് പട്ടിയുടെ പൂച്ചയുടെ വരെ അനുവാദം കിട്ടിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് മോക്ഷത്തിലേക്കുള്ള മാർഗമല്ല. ഇത് ഒരു ഇതില്ലാണ്ട് ക്ലീൻ ആയിട്ട് അങ്ങ് പോകണം. വാൽപ്പാറ ട്രിപ്പ് എപ്പോഴാണ്? ഓക്കെ, ഞാൻ അവിടെ രാവിലെ കറക്റ്റ് എത്തിയിട്ടുണ്ടാവും. ഇനി ചോദ്യം പറച്ചിലും ഒരു മെസ്സേജും കൂടെ ഇടണ്ട, ഞാൻ കറക്റ്റ് അവിടെ എത്തി. അതാണ് ശരിക്കും മോക്ഷം എന്ന് പറഞ്ഞാൽ. അങ്ങനെ പോകാനുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവണം. ഇതെന്താ പറയുക, എല്ലാവരും കെട്ടുവള്ളികൾ, ഞാൻ ഈ കെട്ടുവള്ളികളൊക്കെ പതുക്കെ അഴിച്ച് ഓരോന്നിനും വെറുതെ ഇങ്ങനെ ഇട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? എന്നാൽ മാത്രമേ നമുക്കൊരു ഫ്രീഡം ഉണ്ടാവുള്ളൂ. അല്ലാതെ വെറുതെ നമ്മള് നാട്ടിൽ നടക്കുന്ന എല്ലാ പരിപാടിയും ഞാൻ അറിഞ്ഞിട്ട് നടക്കണം. ഞാൻ ഉണ്ടായാലേ നാട്ടിലുള്ള പരിപാടി മുഴുവൻ നടക്കും. ഞാൻ ഒരു പരിപാടിക്കും പോകാൻ ഒരു താല്പര്യമില്ല. ആരെങ്കിലും എന്നെ വലിയൊരു ഫംഗ്ഷൻ, വലിയതല്ല, ഏറ്റവും ചെറിയ ഫംഗ്ഷൻ വിളിച്ചില്ലെങ്കിൽ പോലും ഏറ്റവും വിളിക്കുമ്പോഴേ എനിക്ക് വിഷമം വരിക. വിളിച്ചില്ലെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. നിങ്ങളൊക്കെ പറയും എന്നെ വിളിച്ചു. ഞാൻ എന്നെ വിളിക്കാത്തതാണ് ഏറ്റവും സന്തോഷം. കാരണം എന്താ അറിയാം, അത്ര നേരങ്ങളിൽ എനിക്ക് ഇവിടെ വെറുതെ ഫ്രീ ആയിട്ടിരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫുഡ് കിട്ടും, കുറെ പേരായിട്ട് അത് ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക, നല്ല വളരെ ഫ്രീ ആയിട്ട് ആനന്ദം അനുഭവിച്ചിരിക്കുക. അവിടെ ചെന്ന ഉള്ള ആനന്ദം പോലെ സാധ്യതയുണ്ട്. അപ്പൊ ഏത് പരിപാടി കളിച്ചാലും ഞാൻ എങ്ങനെ കഥയിൽ നിന്ന് ഊർന്ന് പുറത്തേക്ക് ചാടാവുന്നോ അങ്ങനെയൊക്കെ ഞാൻ പുറത്തേക്ക് ചാടും, ഒരു സംശയമില്ല. കാരണം വേറെ ഒന്നുമല്ല, ആനന്ദം. എനിക്ക് അത്ര സമയം ഇവിടെ സുഖമായിട്ടിരുന്നു. ഇത് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് റെഡി ആവണം, വണ്ടി എടുത്തിട്ട് പോകണം, അവിടെ ചെന്ന് ഭക്ഷണത്തിന് ക്യൂ നിൽക്കണം, അവരായിട്ട് സംസാരിച്ച് കുറെ നേരം നിൽക്കണം, അങ്ങനെയൊക്കെ നിന്ന് ഇവിടെ നിന്ന് വരുമ്പോൾ എന്റെ ഒരു ദിവസം ആയാലും നല്ല എത്ര സുഖമായിട്ട് ഇവിടെ ഇരുന്ന്. മനസ്സിലായി? നിങ്ങൾ അതുപോലെ ആവണമെന്നല്ല പറഞ്ഞു, ഞാൻ എന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ അനുകരിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. അത്
ചിലപ്പോൾ എല്ലാവർക്കും അത് സാധിച്ചില്ല. എല്ലാവരും മൈൻഡ് ഇപ്പൊ പറയോ എന്റെ മക്കള്, എന്റെ ഭർത്താവ്, എന്റെ വീട്, എന്റെ സ്വത്ത്, എന്റെ കാശ് ഇതൊക്കെ പറഞ്ഞിട്ട് ആയിക്കോട്ടെ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത്, ഞാൻ എന്റെ കാര്യം പറഞ്ഞാണ്. ഞാൻ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ ഓരോന്നിനും ഒരാളുണ്ട്, അതിന് വിടാൻ പറ്റില്ല. ഓക്കെ, യെസ്, അങ്ങനെയാണ്. അപ്പൊ എന്താ പറയാ, മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞാൽ മോഹങ്ങളെ ക്ഷയിപ്പിച്ച് നമ്മൾ പോകുന്ന ഒരു പോക്കുണ്ട്. ആഹാ, ഒരു ആനന്ദ ലെവലിലേക്ക് ഒരു പോക്കുണ്ട്. ഒരു കെട്ടുപാടുകളില്ലാതെ എല്ലാ കെട്ടുകൾ അഴിച്ചിട്ട് ഇങ്ങനെ പോകുന്നതാണ് മോക്ഷം കേട്ടോ. ഓക്കെ, ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചിട്ട് പോകുന്നല്ല കാര്യമാണ്. മരണത്തിന് ശേഷമുള്ള ഒരു കഥയും നമ്മൾ അതൊക്കെ വെറുതെ എന്താ പറയാ, പുരോഹിത വർഗം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കാര്യമാണ്. മരണത്തിന് ശേഷം നിങ്ങൾക്ക് അത് കിട്ടും, ആന കിട്ടും, കുതിര കിട്ടും. പിന്നെ ജീവിച്ചിരുന്നപ്പോ ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയിട്ടില്ല, പിന്നീട് ഒരു ചാവുമ്പോ എനിക്ക് അത് കിട്ടും. നമ്മളത് മൈൻഡ് ചെയ്യേണ്ടേ കാര്യമില്ല. ഓക്കെ, അപ്പൊ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പൊ 4 കാര്യങ്ങളാണ് നിങ്ങളുടെ ആണുങ്ങളുടെ അല്ലാട്ടോ, മനുഷ്യന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് പുരുഷാർത്ഥം എന്ന് പറയുമ്പോ സ്ത്രീയാർത്ഥം ഇല്ല, ഇത് രണ്ടും കൂടി പുരുഷ ബ്രാക്കറ്റിലെ സ്ത്രീയാർത്ഥം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അജിത നായർ, ഞാൻ അങ്ങനെയാണ് ജീവിതം വേണ്ടത്. സത്യത്തിൽ അങ്ങനെയാണ്. അജിത ചേച്ചിയെ ഞാൻ പലപ്പോഴും ആരെ നമിച്ചില്ലെങ്കിൽ ഒന്ന് നമിക്കുന്നു. ഓക്കെ, യെസ്. ഓർമ്മയിൽ നിന്ന് ഓർമ്മയിലേക്ക് സഹസ്രാബ്ദങ്ങളുടെ പകർന്നു പോകുന്നതാണ് വേദം. വലിയൊരു കാര്യമാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ പുരുഷാർത്ഥം മനസ്സിലായിട്ടില്ലേ? ഇനി എഴുതിയിരിക്കുന്നു, ഓർമ്മയിൽ നിന്ന് ഓർമ്മയിലേക്ക് സഹസ്രാബ്ദങ്ങളിലൂടെ പകർന്നു പോകുന്നതാണ് വേദം. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, ഓർമ്മയിൽ നിന്ന് ഓർമ്മയിലേക്ക്. അപ്പോ ഈ വേദമന്ത്രങ്ങളൊന്നും ഒരു സ്ഥലത്തും എഴുതി വെച്ചിട്ടില്ല. വേദമന്ത്രങ്ങളൊന്നും ഒരു സ്ഥലത്തും എഴുതി വെച്ചിട്ടില്ല. ഓർമ്മയിൽ നിന്ന് ഓർമ്മയിലേക്ക്, എന്റെ ഓർമ്മയിലുള്ള മന്ത്രങ്ങൾ ഞാൻ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. അതാണ് ഓർമ്മയിൽ നിന്ന് ഓർമ്മയിലേക്ക്. ക്ലിയർ ആയോ? ഓക്കെ, സഹസ്രാബ്ദങ്ങളുടെ, ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ പകർന്നു. 1 വർഷം 2 വർഷമൊന്നുമല്ല, ആയിരക്കണക്കിന് വർഷങ്ങളിൽ എന്ത് പറ്റി? അപ്പൊ പറഞ്ഞു കൊടുക്കുന്ന ആരായിരിക്കണം? ഡീസന്റ് ആയിരിക്കണം. അല്ലാണ്ട് എന്റെ ആവശ്യത്തിന് വേണ്ടി എന്റേതായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് തെറ്റുകൾ പറ്റാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ മനസ്സിലായോ? ഓർമ്മയിൽ നിന്ന്. അപ്പൊ ഋഷി അല്ലെങ്കിൽ ഗുരു ആ ഓർമ്മയിൽ നിന്ന് ശിഷ്യന്മാർക്ക് കൊടുക്കും. ശിഷ്യന്മാർ കുറെ നാൾ കഴിയുമ്പോൾ ഗുരു ആകുമ്പോൾ അവരടുത്ത ശിഷ്യന്മാർക്ക് കൊടുക്കും. ആ ശിഷ്യന്മാർ കുറെ നാൾ കഴിയുമ്പോൾ ഗുരു ആകുമ്പോൾ അടുത്ത ശിഷ്യന്മാർക്ക് കൊടുക്കും. അതാണ് ഓർമ്മയിൽ നിന്ന്. അപ്പൊ എന്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് തരും, നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നു. സഹസ്രാബ്ദങ്ങളോ, ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ പകർന്നു കൊടുത്തതാണ് ശരിക്കും പറഞ്ഞ വേദം എന്ന് പറഞ്ഞത്. ഓക്കെ, യെസ്, ക്ലിയർ ആയി. എന്താണ് ജൂല അവിടെ ഉണ്ടോ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഞാൻ പറഞ്ഞു. ഓക്കെ, യെസ്. അടുത്ത പേജ് എടുത്തോ. ഓക്കെ, യെസ്. അടുത്ത പേജിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അച്ചടിയും മറ്റു പ്രചാരത്തിൽ വന്നത് സമീപകാലത്ത്. അച്ചടിക്കിലൊക്കെ ഈ ബുക്കൊക്കെ അടുത്ത കാലത്താണ് വന്നത്. കാലപ്പഴക്കത്തിൽ ബോധപൂർവമായോ അബോധപൂർവമായോ അതിൽ മാലിന്യങ്ങൾ കടന്നുകൂടിയിരിക്കുക. അതെ, ഈ വേദമന്ത്രങ്ങളെല്ലാം അന്നുണ്ടാക്കിയത് അതേപോലെ തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല. ഏകദേശമൊക്കെ പറയുന്ന 200 സന്യാസിമാരും 40ഓളം സന്യാസിനിമാരൊക്കെ ചേർന്ന് അവരുടെ കഴിവുകളെ ഇങ്ങനെ വലുതാക്കി കൊണ്ടുവന്നാണ് ഈ വേദമന്ത്രങ്ങൾ ഉണ്ടാക്കിയതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, യെസ്, അതൊക്കെ അത്ര കറക്റ്റ് ആണെന്നില്ല, ആരെങ്കിലും ആശയത്തിൽ നിന്നുണ്ടായതായിരിക്കാം. അതാണ് കാലപ്പഴക്കത്താൽ ഈ വേദമന്ത്രങ്ങളിൽ ചിലർ ബോധപൂർവം തെറ്റ് പ്രചരിപ്പിക്കും. അതിപ്പോഴും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് ബോധപൂർവം. എനിക്കറിയാം ഇത് ശുദ്ധമായ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നമ്മുടെ കൂടെയുള്ള ആളുകൾ ഒരുമിച്ച് നിർത്താൻ വേണ്ടി ലോകാ വെഡ്ഡി പറയും. മനസ്സിലായില്ലേ? നുണയാണെന്ന് അറിഞ്ഞിട്ടും ഒരു ഉളുപ്പില്ലാതെ നിന്ന് സത്യം പറയുന്ന പോലെ അങ്ങ് പറയും. അതാണ് ബോധപൂർവമായിട്ട്. കാലപ്പഴക്കത്താൽ ബോധപൂർവമായിട്ടോ അല്ലെങ്കിൽ ബോധപൂർവം അല്ലാത്ത അറിവില്ലാതെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അതിൽ മാലിന്യങ്ങൾ. അപ്പൊ വേദമന്ത്രങ്ങളിലും മാലിന്യങ്ങൾ കടന്നു കൂടിയിട്ടുണ്ട് എന്നർത്ഥം. ക്ലിയർ ആയി? ഓക്കെ, യെസ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം, എന്നിട്ട് പറയുന്ന തള്ള് ഉണ്ടാവുമോ എന്ന് നോക്കാം. ഞാൻ പലപ്പോഴും അല്ല, രണ്ടുപേരുടെയും പുരുഷാർത്ഥങ്ങൾ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. യെസ്, ഇതില് ഈ എന്താ പറയാ, ഒരാൾ ഒരു വഴിക്ക് പോകണമെങ്കിൽ ഒരാളുടെ അനുവാദം കിട്ടണം എന്ന് പറയുന്നിടത്ത് നമ്മുടെ സ്വാതന്ത്ര്യം ലിമിറ്റഡ്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയും കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ വച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യത്തിന് തടസ്സം നേരിട്ടു എന്നുള്ള, രണ്ടുപേർക്കും രണ്ടുപേരുടേതായ ഫ്രീഡം കിട്ടുന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരേപോലെ ചിന്തിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കറക്റ്റാ. മനസ്സിലായി? അതാണ് അവിടെ സംഭവം. അവിടെ ഇല്ലാതാവുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, യെസ്. അടുത്ത് പോവാം. വേദമന്ത്രം വേദ വിഭജനം. ഇനിയാണ് സമയത്രയും വേദവിഭജനം. ഇതും കൂടി നമുക്ക് പഠിച്ചിട്ട് പോകാം. സമയം തികയുമെന്ന് വിചാരിക്കുന്നു. ഇതും കൂടി പറയാനുള്ള സമയം തികയുമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു പാരഗ്രാഫ് നമുക്ക് തീർക്കാം. ഓക്കെ, യെസ്. വേദങ്ങളുടെ വിഭജനം. ഇതൊരു പക്ഷെ നമ്മൾ ആദ്യമായിട്ട് വേദങ്ങൾ വിഭജിച്ചു അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്.
ഓക്കെ, വേദം എന്താണെന്ന് മനസ്സിലായില്ല. അറിവ്, വേദം എന്ന് പറഞ്ഞാൽ അറിവ്. ആ അറിവിനെ നമ്മൾ വിഭജിക്കണം. നേരത്തെ പറഞ്ഞു വെച്ച് അവസാനിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഓർമ്മയിൽ നിന്ന് ഓർമ്മയിലേക്ക് കൊടുത്തുകൊണ്ടിരുന്ന. അപ്പൊ ഏതെങ്കിലും ഒരു ബുക്കായിട്ടോ അല്ലെങ്കിൽ ഒരു താളിയോല ഗ്രന്ഥമായിട്ടൊന്നും എഴുതി വെച്ചിട്ടില്ലായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഈ വേദമന്ത്രം, ഏതാണ്ട് 1.25 ലക്ഷം വേദമന്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. 1.25 ലക്ഷം വേദമന്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, മനസ്സിലായി? ആ വേദമന്ത്രങ്ങള് ഒന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഗുരുവിന് അറിയാവുന്ന കാര്യങ്ങൾ പുള്ളി പെട്ടെന്ന് അടിച്ചു പോയി കഴിഞ്ഞാൽ ആ മന്ത്രങ്ങൾ ഫുള്ള് നശിച്ചു പോയി, പുതിയ ആൾക്ക് കൊടുത്തിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെയുണ്ടല്ലോ. അതായത് അന്ന് അർഹതപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ, വഴി പോകുന്ന എല്ലാവർക്കും കൊടുക്കില്ല. ഇന്നത്തെ ഒരു യൂട്യൂബ് തുറന്നു വെച്ചാൽ എല്ലാം കിട്ടുന്ന പോലെ അന്ന് കിട്ടില്ല. കഴിവുള്ളവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അത് എടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവന് മാത്രമേ അത് കൊടുക്കുള്ളൂ എന്നർത്ഥം, മനസ്സിലായി? അപ്പൊ വേദങ്ങൾ വിഭജിച്ചു. എന്താണ് വേദം? ഞാൻ ടോട്ടാലിറ്റി ഒരു ഇത് പറഞ്ഞുതരാം. എന്താണ് ഈ വേദ വിഭജനത്തിന്റെ ഒരു ടോട്ടാലിറ്റി ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഈ വേദമന്ത്രങ്ങൾ ഉണ്ടായത്. ആയിരക്കണക്കിന് ഋഷിമാരായിരിക്കാം ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വേദമന്ത്രം ഋഷി പഠിക്കുന്നു, പുള്ളി ഒരു വേദമന്ത്രം ഉണ്ടാക്കുന്നു. അങ്ങനെ 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 ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് 1.25 ലക്ഷത്തോളം, ഏകദേശം ലക്ഷത്തോളം വേദമന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഓരോ തലമുറ കഴിയുമ്പോഴും ചിലപ്പോ അത് നഷ്ടപ്പെട്ടു പോകും. കാരണം ചിലപ്പോ മഹാഋഷി ചിലപ്പോൾ മരിച്ചു, അടുത്ത തലമുറയ്ക്ക് അത് കൊടുത്തിട്ടുണ്ടാവില്ല, അങ്ങനെ നശിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെ നശിച്ചു വന്നപ്പോ ഇനി നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ വേദമന്ത്രങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അതിനെ ഒരു വേദഗ്രന്ഥമാക്കി മാറ്റി. അങ്ങനെ ഒരുമിച്ച് കൂട്ടിയ ആളുടെ പേരാണ് വ്യാസൻ. അതുകൊണ്ടാണ് വ്യാസനെ വേദവ്യാസൻ എന്ന് പറയുന്നത്. വേദം എഴുതിയത് വ്യാസനാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയോട് കൂടി വേദവ്യാസൻ എന്ന് പറയും. വേദവ്യാസൻ ഒരു വേദവും എഴുതിയിട്ടില്ല. അദ്ദേഹം എഴുതി എന്ന് പറയാം, സൃഷ്ടിച്ചിട്ടില്ല. വേദം എഴുതി എന്ന് പറയാം. അപ്പൊ ഈ വേദമന്ത്രം, ഈ 1.25 ലക്ഷത്തോളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ വേദമന്ത്രങ്ങളെല്ലാം പുള്ളി കളക്ഷൻ നടത്തി. അങ്ങനെ കളക്ഷൻ നടത്തി ഒരേ സ്വഭാവമുള്ള വേദങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ പറയില്ലേ, ഒരേ സ്വഭാവമുള്ള, ഇപ്പൊ പച്ച കളറുള്ള സാധനങ്ങളൊക്കെ ഈ പെട്ടിയിലിട്ടു, മഞ്ഞൊക്കെ ഈ പെട്ടിയിലിട്ടു, ചുവന്നൊക്കെ ഈ പെട്ടിയിലിട്ടു, അങ്ങനെ എടുത്ത് അങ്ങനെ ഇദ്ദേഹത്തിന് വായിച്ചു നോക്കിയപ്പോൾ വേദമന്ത്രങ്ങളായിട്ട് കണക്ഷൻ ഉള്ളതിനൊക്കെ ഓരോ സെക്ഷനായിട്ട് വിഭജിച്ചു. അതിനെയാണ് വേദം 4ആയിട്ട് വിഭജിച്ചു എന്ന് പറയാം. മനസ്സിലായില്ലേ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദമായിട്ട് അങ്ങനെ 4 ഭാഗങ്ങളായിട്ട് വിഭജിച്ചു. അതിന് പല പല അർത്ഥങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞ കളറുള്ളതിനൊക്കെ ഒരു പെട്ടിയിലിട്ടു, ചുവന്ന കളറിലുള്ളതിന് ഒരു പെട്ടിയിലിട്ടു, പച്ച കളറുള്ളത്, വെള്ള കളറുള്ളത്, അങ്ങനെ നമ്മൾ കണ്ടാൽ മതി. അന്ന് ഇതിലെല്ലാം കടും ചുവപ്പ്. ഇപ്പൊ നമ്മൾ വലപ്പാറ യാത്ര പോകുമ്പോൾ പച്ച കളർ ഡ്രസ്സ് ഇടണമെന്നും പറഞ്ഞിട്ട് അതിൽ നല്ല ക്യാൻവാസിങ് നടക്കുന്നുണ്ട്. എല്ലാവരും പച്ചയുടെ കളർ. ഇപ്പൊ നമ്മൾ ഈ പച്ച കളർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പച്ചയാണെന്ന് വെച്ചാൽ ആ പച്ചയാണ്. എന്നാൽ ഓരോരുത്തരുടെ അടുത്ത് പച്ച പരിശോധിച്ചാൽ 50 എണ്ണത്തിന്റെ 50 പച്ചയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ചെറിയ വ്യത്യാസങ്ങൾ, കളറിൽ ചെറിയ വേരിയേഷൻ ഒക്കെ വരാറുണ്ട്, ശരിയല്ലേ? അപ്പൊ 50 പേരുടെ ഡ്രസ്സ് പച്ച എടുത്തിട്ടില്ല, ഈ 50 പച്ച കളർ 50 രീതിയിലായിരിക്കും. ഒരെണ്ണമായിട്ട് അടുത്തായിട്ട് ബന്ധമുണ്ടോ വെച്ചാൽ ബന്ധമുണ്ട്, കൂട്ടി ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചാൽ പല കളറ്, എല്ലാം കൂട്ടിയിട്ട് നമ്മൾ പറയും ഒരു പച്ച കളറാണെന്ന് പറയുമെങ്കിലും ആ കളറിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഈ ഒരു പച്ച കളറുള്ള അല്ലെങ്കിൽ ഒരേ സ്വഭാവമുള്ള വേദമന്ത്രങ്ങൾ എടുത്തു വിട്ടു എന്ന് പറഞ്ഞാലും അതിലും ഇതുപോലെ തന്നെ സ്വഭാവ വ്യത്യാസമുള്ള ഉണ്ടാവും. അപ്പൊ വേദവ്യാസനാണ് ഇത് ഇങ്ങനെ ഒരു, പക്ഷെ പുള്ളിക്ക് അത്രയും കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പൊ പുള്ളി ഇത് വിഭജിച്ചെങ്കിലും പുള്ളി വിഭജനം മാത്രമേ നടത്തിയുള്ളൂ. അതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി ഓരോ സെക്ഷനിലും ഓരോ ഋഷിമാരെ ഏൽപ്പിച്ചു. നീ ഇത് പഠിക്ക്, നീ ഇത് ചെയ്യ്, അങ്ങനെ 4 എണ്ണം വിഭജിച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ വിഭജിച്ചു. അങ്ങനെയാണ് ശരിക്കും വേദം ലിപികളിലേക്ക് വരുന്നത്. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ 1.25 ലക്ഷം ഒന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല. ഇദ്ദേഹത്തിന് ഏതാണ്ട് 20,000-ഓളം മന്ത്രങ്ങൾ മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 20,000-ൽ കൂടുതൽ മന്ത്രങ്ങൾ മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് പുള്ളി കടക്കാൻ പറ്റിയില്ല എന്നുള്ളത്. അതാണ് അതിന്റെ വേറെ. അപ്പൊ നമുക്ക് ഇന്ന് നിലവിൽ ഏകദേശം ഈ പറഞ്ഞ വേദ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആർഷ ഭാരത സംസ്കാരത്തിൽ കിടന്ന 20,000 വേദമന്ത്രങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നർത്ഥം. ഓക്കെ, യെസ്. അപ്പൊ ഏകദേശം ഒരു പിടി കിട്ടിയില്ല. അപ്പൊ ഈ ഇതിനെ 4ആയിട്ട് വിഭജിച്ചു. ഇനി നേരത്തെ പറഞ്ഞില്ലേ പച്ച കളർ പല സ്വഭാവമാണ്, അതിനെ പിന്നെ വിഭജിച്ചു. ഈ ഏകദേശം ഒരേ സ്വഭാവം കടും പച്ച, ഏകദേശം കടും പച്ചയുടെ അടുത്ത് വരുന്ന കുറെ എണ്ണത്തിന് ഒരുമിച്ച് നിർത്തി. പിന്നെ അതിൽ കുറച്ച് ഇളം പച്ചയുള്ളതിന് കുറെ എണ്ണത്തിന്, പിന്നെ തത്തമ്മ പച്ച അതിനെ കുറെ എണ്ണത്തിന് ഇങ്ങനെ മാറ്റി. അങ്ങനെയും പിന്നെയും വിഭജനം അതിൽ നടന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇതിൽ വരുന്നുണ്ട്, മനസ്സിലാക്കിക്കോളൂ. ഓക്കെ, യെസ്, ക്ലിയർ ആയില്ലേ? അപ്പൊ ഞാൻ ഒന്ന് വായിക്കാണേ. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ വേദങ്ങൾ 4ആണ്.
അപ്പൊ ഈ 4 വേദങ്ങളായിട്ട് തിരിച്ച് വേദവ്യാസനാണ്. ഓർത്ത് വെച്ചോളൂ, വേദവ്യാസനാണ് ഈ 4 ഭാഗങ്ങളായിട്ട് തിരിച്ച് നേരത്തെ പറഞ്ഞ ഒരേ സ്വഭാവം കാണിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് മാറ്റിയിട്ട് ഇപ്പൊ 4 പേര്. ഇപ്പൊ മനസ്സിലായോ ഏതൊക്കെ? അപ്പൊ അതില് ഋഗ്വേദം, ഋഗ്വേദമാണ് ഏറ്റവും പുരാതന, ഏറ്റവും പഴക്കമുള്ള വേദങ്ങൾ. അതെന്ന് വെച്ചാൽ ഈ പ്രാർത്ഥനകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ യാഗങ്ങളൊക്കെ നടത്തുമ്പോൾ പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന, അതെല്ലാം ഈ ഋഗ്വേദത്തിൽപ്പെട്ടതാണ്. ഓക്കെ, ഏകദേശം ഐഡിയ. അപ്പൊ ഋഗ്വേദത്തിൽ എന്തൊക്കെ അർത്ഥത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയും. പ്രാർത്ഥനകളിലാണ് ഈ കൂടുതലായിട്ട് ഋഗ്വേദത്തിന്റെ സെക്ഷനിൽ വരും. ഓക്കെ, അടുത്തേതാ യജുർവേദം. യജുർവേദത്തിലും ഇങ്ങനെ പറയുന്നുണ്ട് പല പല വ്യത്യാസങ്ങൾ. അതായത് പലതിനെ വേണ്ടെന്ന് വയ്ക്കുന്നത്, ത്യജിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട്, പിന്നെ യുദ്ധത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു സെക്ഷൻ. അപ്പൊ മറ്റേ പ്രാർത്ഥനയാണെങ്കിൽ ഇവിടെ കുറെ കാര്യങ്ങൾ ത്യജിക്കുക, വേണ്ട, നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും വേണ്ടെന്നൊക്കെ വിചാരിക്കുന്ന കാര്യങ്ങളും അതിനെ കുറിച്ചിട്ട് പറയുന്നു. പിന്നെ സാമവേദം. സാമം എന്ന് പറഞ്ഞാൽ ആലാപനം, പാട്ട്, അതിനെ കുറിച്ച് ഏകദേശം മനസ്സിലാവാൻ. ഇതാണ് ഇതിന്റെ പൂർണ്ണ അർത്ഥം നിങ്ങൾ കരുതരുതേ. ഓക്കെ, അത്ര ആലാപനത്തോട്. പിന്നെ അഥർവവേദം. അഥർവം എന്ന് വെച്ചാൽ ഇതിലൊന്നും പെടാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഏത്? രോഗങ്ങളെ കുറിച്ചിട്ട്. പിന്നെ നമ്മുടെ ഇരിക്കുന്ന കൂടോത്രം, നമ്മുടെ സ്ഥിരം പരിപാടി ഇല്ലല്ലോ കൂടോത്രം. ആ കൂടോത്രം, അങ്ങനത്തെ കാര്യങ്ങൾ, ഈ മന്ത്രങ്ങളെ കുറിച്ച്, എന്ത് നല്ല മന്ത്രങ്ങളല്ല, ഇച്ചിരി മോശപ്പെട്ട മന്ത്രങ്ങളെ കുറിച്ച്, അവ നശിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത. ഞാൻ വെറുതെ എക്സാമ്പിൾ പറഞ്ഞാണ്. അങ്ങനത്തെ കുറിച്ചിട്ട് എന്ന് വെച്ചാൽ അഥർവവേദം കംപ്ലീറ്റ് മോശമാണെന്നല്ല അതിനർത്ഥം. അങ്ങനെ ഒരു സെക്ഷൻ വന്നു എന്ന് പറഞ്ഞാൽ അഥർവവേദം എന്നാ മോശം, അങ്ങനെ ചിന്തയൊന്നും വരരുത്. അപ്പൊ 4 ഭാഗങ്ങളായിട്ടാണ് ഇത് വിവരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി വായിച്ചോളൂ. വേദത്തിന് കർമ്മകാന്ഡം, ഉപാസനകാന്ഡം, ജ്ഞാനകാന്ഡം എന്നിങ്ങനെ 3 വിഭാഗങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പച്ച കളറിൽ തന്നെ പല പച്ച കളർ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇതിൽ പറയാണ് വേദത്തിന് വീണ്ടും അതിലെ ആ ഓരോ ഭാഗത്തിന് പച്ച, കടും പച്ച, ഇളം പച്ച, തത്തമ്മ പച്ച എന്ന് പറഞ്ഞ പോലെ തന്നെ വേദത്തിന് കർമ്മകാന്ഡം, കടും പച്ച കേട്ടോ. പിന്നെന്താണ്? ഉപാസനകാന്ഡം, ഇളം പച്ച. ഓക്കെ, യെസ്. പിന്നെ ജ്ഞാനകാന്ഡം, തത്തമ്മ പച്ച. ഇപ്പൊ ക്ലിയർ ആയില്ലേ? അങ്ങനെയായിട്ട് വീണ്ടും അതിൽ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, കർമ്മകാന്ഡം. ആ കർമ്മകാന്ഡം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷിലുള്ള റിച്വൽസ്റ്റിക്, അതായത് നമ്മുടെ ഈ അനുഷ്ഠാനങ്ങളും യാഗങ്ങളൊക്കെ ചില ചടങ്ങുകളുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ പറയില്ലേ, പട്ടന്മാരുടെ കല്യാണത്തിന് ഇപ്പൊ നമ്മുടെ എന്താണ് ലതിക പറയാറുണ്ട്, അവരുടെ കല്യാണത്തിൽ കുറേ കാര്യങ്ങൾ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. 3 ദിവസമാണ് അവരുടെ കല്യാണം നീണ്ടു. ഈ 3 ദിവസം ഫംഗ്ഷൻ പരിപാടികൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്രയധികം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ. അപ്പൊ അതുപോലത്തെ ചടങ്ങുകളാണ് ശരിക്കും കർമ്മകാന്ഡത്തിൽ പറഞ്ഞത് കേട്ടോ. ഓക്കെ, യെസ്. കർമ്മകാന്ഡം എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ എന്ന് മാത്രം ഒന്ന് കരുതിയാൽ മതി. കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വെച്ചോളൂ. ഉപാസനാകാന്ഡം, വർഷിപ്പ്, പ്രാർത്ഥന. കണ്ടോ, പ്രാർത്ഥനയെ കുറിച്ചിട്ടാണ് ഉള്ള കാര്യങ്ങളെ മാറ്റി നിർത്തി, അത് ഇളം പച്ച. ഓക്കെ, യെസ്. പിന്നെ ജ്ഞാനകാന്ഡം, ജ്ഞാനം, അറിവ്, നോളജ് എന്ന് പറയുന്നത് അറിവിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അപ്പൊ ആ വേദത്തിന് തന്നെ ഓരോ വേദത്തിനും, ഇപ്പൊ ഋഗ്വേദത്തിനും യജുർവേദത്തിനും സാമവേദത്തിനും അഥർവവേദത്തിലും ഈ പറഞ്ഞ 3 സെക്ഷൻ ഉണ്ട്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു വേദത്തിലല്ല. ഇപ്പൊ ഈ പറഞ്ഞ ഋഗ്വേദം എടുത്താൽ അതിൽ 3 സെക്ഷൻ ഉണ്ട്. എഴുതി വെച്ചോളൂ കേട്ടോ സൈഡിൽ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഋഗ്വേദം എടുത്താൽ അതിന് 3 ഭാഗങ്ങളുണ്ട്. ഈ പറഞ്ഞ ഏതൊക്കെ? കർമ്മകാന്ഡമുണ്ട്, ഉപാസനാകാന്ഡമുണ്ട്, പിന്നെന്താണ് ജ്ഞാനകാന്ഡം. അങ്ങനെ 4 കാണ്ഡങ്ങൾ ഋഗ്വേദത്തിലുണ്ട്, യജുർവേദത്തിലുണ്ട്, സാമവേദത്തിലുണ്ട്, അഥർവവേദത്തിലുണ്ട്. ഈ നേരത്ത് കഞ്ഞിക്ക് ഇത് വയ്ക്കാൻ പോയി കഴിഞ്ഞാൽ കിട്ടൂല കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ 3 ഭാഗങ്ങളായിട്ട് അതിന് വായിച്ചിട്ടുണ്ട്. ഓക്കെ, വിധിയും നിഷേധവും അടങ്ങുന്നതാണ് കർമ്മകാന്ഡം. വിധിയും നിഷേധവും അടങ്ങുന്നതാണ് കർമ്മകാന്ഡം. അപ്പൊ കർമ്മകാന്ഡത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് പറയാം. ഞാൻ അടുത്ത ലൈൻ കൂടി വായിച്ചിട്ട് പറഞ്ഞുതരാം. ഏതൊക്കെ കർമ്മം ചെയ്യണം, ഏതൊക്കെ അനുശാസിക്കുന്നതാണ് വിധി, ഏതൊക്കെ ചെയ്യരുത് എന്ന് വിലക്കുന്നതാണ് നിഷേധം. മനസ്സിലായി? അതായത് ഈ മാറിപ്പോയാലും ഞാൻ വായിച്ചത് 3 വിധിയും നിഷേധവും അടങ്ങുന്നതാണ് കർമ്മം. അപ്പൊ കർമ്മകാന്ഡത്തിൽ വിധി, നിഷേധം. വിധി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നിന്റെ വിധി. അപ്പൊ ചെയ്യേണ്ട കാര്യം ഇത് നീ ചെയ്തേ പറ്റൂ. പിന്നെ നിഷേധം, ഇത് നിഷേധം. നിഷേധം നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട്, ഇതിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല, നിഷേധിച്ചിരിക്കുകയാണ്, അങ്ങോട്ട് പോകുന്നത് നിഷേധം. അപ്പൊ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്നും ചില കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറയുന്നത് ഈ കർമ്മകാന്ഡത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ കർമ്മകാന്ഡത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെ ചെയ്യരുത് എന്ന് വിലക്കുന്ന കാര്യങ്ങളാണ് നിഷേധം. ചെയ്യരുത്, ഞാൻ നേരത്തെ പറഞ്ഞു ചെയ്യരുത്. ഏതൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഏത് കർമ്മം ചെയ്യണം എന്ന് അനുശാസിക്കുന്നതാണ് വിധി. അപ്പൊ ഏതൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യേണ്ടത്, അത് കർമ്മകാന്ഡത്തിൽ പറഞ്ഞിട്ടുണ്ട്. കർമ്മകാന്ഡം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ അനുഷ്ഠാനങ്ങളും ചടങ്ങുകളാണ്. അപ്പൊ ഇന്ന ചടങ്ങ് നിങ്ങൾ ചെയ്യണം, ഇന്ന ചടങ്ങ് നിങ്ങൾ ചെയ്യരുത്.
ഇപ്പൊ ഹിന്ദു വിവാഹം പോലെയല്ല ക്രിസ്ത്യൻ വിവാഹം. ഇപ്പൊ ഹിന്ദു വിവാഹത്തിൽ താലി കെട്ടുന്നത് ഫ്രണ്ടിൽ നിന്നിട്ടാണ്, ക്രിസ്ത്യൻ വിഭാഗത്തിൽ ബാക്കിൽ നിന്നിട്ടാണ്. അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഞാൻ കണ്ടിട്ടുള്ള കാര്യം പറഞ്ഞു, ഇനി വ്യത്യാസം ഉണ്ടോ എനിക്കറിയില്ല. അങ്ങനെയാണ്. അപ്പൊ അവരുടെ ആ ചടങ്ങ് എങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനെയാണ് ചടങ്ങ്. ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഗുരുവായൂര് നമ്മൾ താലി കെട്ടി കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണും ചെക്കനും നാലമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നാണ് എന്റെ അറിവ്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. പാടില്ല എന്നാണ് അറിവ്. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യരുത്. അപ്പൊ കല്യാണത്തിന് താലി കെട്ടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇറങ്ങാം. താലി കെട്ട് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കിടക്കാൻ പാടില്ല എന്നാണ് എന്റെ ഒരു അറിവ്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. തെറ്റാണെങ്കിൽ തിരുത്തിക്കോളൂ. സോറി. യെസ്. അപ്പൊ അതൊരു ചടങ്ങാണ്. അപ്പൊ ആ ചടങ്ങിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതാണ് നേരത്തെ പറഞ്ഞ വിധി. അതങ്ങനെ വിധിക്കാൻ പാടുള്ളൂ, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അന്ന് ചിലർ ചെയ്യാൻ പാടില്ല. നേരത്തെ പറഞ്ഞാൽ അമ്പലത്തിലേക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് നിഷേധമാണ്, ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. ദേവതാരാധന സംബന്ധിയായ ഭാഗമാണ് ഉപാസന. ഉപാസന എന്ന് പറഞ്ഞാൽ ഉപാസിക്കുക. ഇപ്പൊ ചിലവർ പറയില്ലേ, ഞാൻ ഉപാസിക്കാൻ പോകണം, ഒരാഴ്ചക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ഉപാസനയ്ക്ക് ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിരുന്നിട്ട് ഇവിടെ വന്നിരുന്ന് മരുമകളുടെ കുറ്റവും അപ്പുറത്തെ ആളുടെ കുറ്റം ആലോചിച്ചാൽ ഉപാസനയാൻ പറ്റില്ല. അവിടുത്തെ ദേവത ആരാധന, ആ ദേവത മാത്രമേ, ദേവനായിരിക്കണം നമ്മുടെ ഉള്ളിൽ മാത്രം ഉണ്ടാകും. ഇപ്പൊ ദേവത ആരാധന വെച്ചാൽ ദേവനുണ്ട്, പെണ്ണിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് വിചാരിക്കരുത്. എല്ലാം ദേവത. ഇപ്പൊ അയ്യപ്പ ശാസ്താവിന്റെ കാര്യം പറഞ്ഞാൽ അത് ദേവതയാണ് ശരിക്കും പറഞ്ഞത് കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ദേവതാരാധനയുടെ സംബന്ധിയായ ഭാഗമാണ് ഉപാസനാകാന്ഡം. തത്വചിന്തപരമായ ഭാഗമാണ് ജ്ഞാനകാന്ഡം. തത്വങ്ങൾ, അതായത് ആത്മാവ്, ഞാൻ ആരാണ്, അതിന്റെ ആത്മാവ് എന്താണ് എന്നൊക്കെ പറഞ്ഞാലുള്ളതാണ്. അതിനെ കുറിച്ച് പഠിക്കുന്നതാണ് ശരിക്കും പറഞ്ഞ ജ്ഞാനകാന്ഡം. ഓക്കെ. ബിന്ദു ജോൺസ് അത് അങ്ങനെയാണ്. അതെ, യെസ്, അങ്ങനെ തന്നെയാണെന്ന് പറയുന്നത്. വിവാഹത്തിന്റെ കാര്യമാണെന്ന് പറഞ്ഞാൽ ഓക്കെ, ശരിയാണ്. എല്ലാ അമ്പലങ്ങളിലും അങ്ങനെ തന്നെയാന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോയെങ്കിലും അവിടുത്തെ ഭംഗിയും അവിടുത്തെ ആനന്ദമൊക്കെ നോക്കി ഇച്ചിരി നടക്കുന്ന ഒരാളാണ് ഞാൻ. സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നതല്ല. എല്ലാവരും ഇപ്പോ ഗുരുവായൂർ ചെന്നിട്ട് ഇങ്ങനെ അയ്യോ കടന്ന് ഉരുളുന്നതിന് എന്താ പറയാ, മറന്നുമില്ലോ, അങ്ങനെ ചെയ്യാറുണ്ട്. ഞാനൊക്കെ അതിങ്ങനെ ആനന്ദത്തോടു കൂടിയാണ് നോക്കിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭക്തിയൊക്കെ എത്രമാത്രം എന്റെ ഉള്ളിലേക്ക് വരേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ എന്ത് കാണുന്നതും വളരെ ആനന്ദത്തോടെ കണ്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ നല്ല ആസ്വാദനമാണ്, മോശം രീതിയിലല്ല കണ്ടിട്ടില്ല, അതിൽ ആനന്ദം കൊള്ളുന്ന ആളാണ്. അപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഈ അവിടുത്തെ പൂജാരിമാരൊക്കെ ഇങ്ങനെ വലിയ മുണ്ടൊക്കെ ഇങ്ങനെ കയറ്റി കുത്തി ഓണകമായി കൊടുത്തു ഞാനിങ്ങനെ വളരെ നിഷ്കളങ്കമായിട്ട് നോക്കിക്കാറ്. അല്ല, ഇന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ, അല്ലാണ്ട് അവരുടെ ഡ്രസ്സിന്റെ അത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ പ്രത്യേകത, അവരുടെ മുഖഭാവങ്ങൾ, അവര് ഇപ്പൊ നമ്മളൊക്കെ എന്ത് ഭക്തിയോട് കൂടി നിൽക്കുമ്പോഴും അവരുടെ മുഖഭാവങ്ങളിൽ പല 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 ഭാവങ്ങൾ ഇങ്ങനെ മിന്നി പറയുന്നൊക്കെ ആണ് ഞാൻ സാധാരണഗതിയിൽ ഞാൻ നോക്കിയിരിക്കാറ്. എനിക്ക് അതിൽ നിന്നാണ് ആനന്ദം കൂടുതലും കിട്ടാറുള്ളത്. ഞാൻ അത് ആനന്ദിക്കാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. കല്യാണ പെണ്ണിന്റെ ദേഹത്ത് കുറെ ജ്വല്ലറി ഉണ്ടാവുമല്ലോ, അപ്പൊ പിന്നെ തിരക്കിൽ കള്ളന്മാരുടെ ശല്യം ഉണ്ട്, അത് ഒഴിവാക്കാൻ അറിയില്ല. ചിലപ്പോ അനുഭവമായിരിക്കും വിജീഷ പറഞ്ഞല്ലോ. ഓക്കെ. യെസ്. പിന്നെന്താണ്, നടയിൽ വെച്ച് താലി കെട്ടു എന്ന് പറയുന്നത് അമ്മ അറിയില്ല. ഓക്കെ. ശയനപ്രദക്ഷിണം. യെസ്, ശയനപ്രദക്ഷിണം. ഈ പേരൊക്കെ പഠിച്ചു വെക്കണം, അല്ല വെറുതെ ഇരുന്നിട്ട് ഇവിടെ നിന്നിട്ട് വിടുവായത്ത വിട്ടവരെ ശയനപ്രദക്ഷിണം നടത്തും. അതൊക്കെ ഞാൻ ഇങ്ങനെ, അവരൊക്കെ ഈ ശയന പ്രദർശനത്തിന് എക്സ്പെർട്ട് ആളുകളുണ്ട്. നിങ്ങൾ ഇപ്പോ മറ്റു മതവിഭാഗത്തിലുള്ളവർക്ക് ചിലവ് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. നമ്മളിപ്പോ ഈ സൂര്യനമസ്കാരം ചെയ്യുമ്പോൾ, സൂര്യനമസ്കാരം നമ്മൾ തുടക്കം ചെയ്യുമ്പോൾ എന്താ വളരെ സ്ലോവിലല്ലേ, ഇങ്ങനെ സ്ലോ, അറിയാൻ പാടില്ലാതെ ഫുൾ തെറ്റായിട്ടൊക്കെ നമ്മളിങ്ങനെ ചെയ്യില്ല. കുറെ നാൾ എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ സൂര്യനമസ്കാരം, എന്ത് സൂര്യനമസ്കാരം എന്നൊക്കെ പറയണം. ഈ ശയന പ്രദർശനത്തിൽ എക്സ്പെർട്ടായ ആളുകളുണ്ട്. അവരിങ്ങനെ കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. ഞാനങ്ങനെ എന്റെ ഇതിൽ പോലും ഭയങ്കര എക്സ്പെർട്ട് ആൾക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് ഇത് തന്നെയാണ് പണി. ഇപ്പൊ നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ അടുത്തല്ലേ നമ്മള് ആരാണ് KPSC പറഞ്ഞു, ഞാൻ നേർച്ച നീ ഇനി നേർച്ച നേരരുത് ചത്തു എന്ന് പറഞ്ഞാൽ നേർച്ച നേരുന്നവർ തന്നെ ആയിരിക്കണം ഈ ശയനപ്രദർശനം നടത്തേണ്ടത്. അപ്പൊ അതുപോലെ ഇതിലെങ്ങനെയാണ് ശയനപ്രദർശനത്തിൽ ഭയങ്കര എക്സ്പെർട്ടായ ആളുകളുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ അതിൽ എക്സ്പെർട്ട് അല്ല എന്നാണ് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ സാധാരണഗതിയിൽ ഇതൊക്കെ നോക്കി ഇങ്ങനെ ആളുകൾ കാണിക്കും. ഈ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിയതമായ, അതായത് നിശ്ചയിച്ചിട്ടുള്ള ചില നിയമങ്ങളൊന്നുമില്ല. കോമൺ ആയിട്ടുള്ള ഒരു നിയമമുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഈ രീതിയിലാണ്, ഇന്ന പ്രാർത്ഥനയെ പാടുള്ളൂ, കൈ ഇങ്ങനെ പിടിക്കണം, നിങ്ങൾ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ഒന്നും ഈ അമ്പലങ്ങളിലൊന്നുമില്ല. ഇനി മറ്റുള്ള ദേവാലയങ്ങളുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, മറ്റു മതസ്ഥരുടെ ഉണ്ടോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. എന്റെ അറിവ് എന്താണോ ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന. പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരുപാട് ഫ്രീഡം അനുഭവിക്കുന്നുണ്ട് ശരിക്കും
ഈ പറഞ്ഞ വിഭാഗത്തിലുള്ളവർ, അതായത് ഹിന്ദു വിശ്വാസത്തിൽപ്പെട്ടവരൊക്കെ ഈ പറഞ്ഞ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരുപാട് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ഇനി പഠിപ്പിച്ചാൽ തന്നെ പഠിക്കൂല, തോന്നുകയേ ചെയ്യുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടിരിക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഒരാൾ ചിലപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന പോലെ, ഒരാൾ ചിലപ്പോൾ താഴേക്കായിരിക്കും കാണിക്കും, ഒരാൾ ഇങ്ങനെ നടക്കണമെങ്കിൽ ഒരാൾ അങ്ങോട്ടായിരിക്കും നടക്കുക. അതൊക്കെ ഒരു രസകരമായിട്ടാണ് ഞാൻ എടുക്കാറ്. എല്ലാവരും ഒരേ ഇങ്ങനെ മുൻപ് പോകുന്ന ഗോക്കളുടെ പിറകെ ഇങ്ങനെ പോകണം എന്ന് അങ്ങനെ നിർബന്ധമില്ല. ഭയങ്കര ഇഷ്ടംപോലെ ഫ്രീഡം ഉള്ള സംഭവമാണ് ഈ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഈ വിഭാഗത്തിൽപ്പെട്ടവർ. അതിന് ആ ഫ്രീഡം ഒക്കെ കളയാൻ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും ആരും തലവെച്ച് കൊടുക്കാറില്ല എന്നാണ് സാധാരണഗതിയിൽ. ഇപ്പൊക്കെ ചിലവരൊക്കെ ചെന്ന് തലവെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മള് പറയില്ലേ, ഭയങ്കര അടിമകൾ എന്ന് പറയുന്ന ആളുകൾ ഇതില് വിശ്വാസത്തിന്റെ കാര്യത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഇതിന്റെ അപ്പൊ ഇതില് വളരെയധികം അത് ഞാനടക്കമുള്ള സമൂഹത്തിൽ കുറെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. അവർ പറഞ്ഞൊന്നും നമ്മൾ കേൾക്കാറില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ല സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ഓക്കെ, യെസ്. എവിടെ ഒരു വായിച്ച് തത്വചിന്താപരമായ ഭാഗമാണ് ജ്ഞാനൻ. അത്രയും മതി നമുക്ക് കേട്ടോ. അപ്പൊ നേരത്തെ പറഞ്ഞു വേദങ്ങളെ ഇങ്ങനെ പല ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അത് എല്ലാം ചെയ്തത് വേദവ്യാസനാണ്. അതുകൊണ്ടാണ് വ്യാസനെ നമ്മൾ വേദം രചിച്ചത് വ്യാസനാണെന്ന് പറയുന്നതിന്റെ കാരണം ഇപ്പൊ പിടികിട്ടുക. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഋഗ്വേദത്തിൽ എഴുതി വെച്ചോളൂ. ഋഗ്വേദത്തിൽ ഏകദേശം 10,500 സംതിങ്, 522 എന്നുണ്ട്, 599 ഉണ്ട്, 582 എന്നൊക്കെ ഉണ്ട്. അപ്പൊ 10,522 വേണമെങ്കിൽ എഴുതിക്കോളൂ ഒരു ഭാഗം. അതാണ് ഋഗ്വേദത്തിലുള്ള മന്ത്രങ്ങളുടെ എണ്ണം. അതായത് ഋഗ്വേദത്തിൽ അത്ര ഉണ്ട്. പിന്നെ വരുന്നത് യജുർവേദം. യജുർവേദത്തിൽ 1975 അത്തരം മന്ത്രങ്ങളാണ് ഋഗ്വേദത്തിലുള്ളത്. പിന്നെയുള്ള ഏതാ? സാമവേദം. സാമവേദത്തിൽ 1875 വേദമന്ത്രങ്ങളാണ് സാമവേദത്തിലുള്ളത്. പിന്നെ ഏതാ? അതിന് അഥർവവേദം. അഥർവവേദത്തിൽ 5977 മന്ത്രങ്ങൾ ഉണ്ട് എന്നാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. അത്ര മന്ത്രങ്ങൾ ഉണ്ട് എന്നാണ്. അപ്പൊ 4 മന്ത്രങ്ങൾ കൂടി ഏകദേശം 20,000-ൽ കൂടുതൽ മന്ത്രങ്ങൾ ഉണ്ട് എന്നാണ്. അല്ലെങ്കിൽ അത്രയും കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നശിച്ചുപോയത്. അതുകൊണ്ടാണ് നമ്മൾ വ്യാസനെ വേദവ്യാസൻ. വ്യാസനും പിന്നെ നമ്മുടെ ഗീതയും മഹാഭാരതം കൂടി എഴുതി എന്നുള്ളത് മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ, ഞാൻ വായിച്ചോളാം. ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ച എവിടെ അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കട്ടെ. അപ്പൊ നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. 8 മണിയായോ? ആയിക്കോട്ടിരിക്കുന്നു, സാരമില്ല. ഇനി പോയി കഴിഞ്ഞാൽ 8 മണി അപ്പുറം നടക്കും. അതുകൊണ്ടാണ് താലി കെട്ടുന്നതിന് മുമ്പ് അമ്പലത്തിൽ പ്രവേശിക്കാം, അത് കഴിഞ്ഞ കയറി. അത് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞു, താലി കെട്ടുന്നതിന് മുമ്പ് അമ്പലത്തിൽ കയറാം. ഓക്കെ, എനിക്ക് ഇന്ന് ഒരു കല്യാണം ഉണ്ട് കൊടകര. ഓക്കെ, യെസ്. രാജീവ് മോൻ, ഞാനും ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നോക്കി നിൽക്കും എന്ന് പറയാം. നോക്കി നിൽക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ കൂടെയുള്ളവർ വേറെ വഴിക്ക് പോയിട്ട് വഴി തെറ്റിയെന്ന് പറഞ്ഞ് കരയരുത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവർക്കും സന്തോഷത്തോടെ ആനന്ദത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും നാളെ സന്ധിപ്പും വരെ. വണക്കം.